ദൈവത്തിന്റെ സന്നിധി രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് അല്പസമയമായിരിക്കാൻ കർത്താവ് വരുന്ന നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ആത്മാവിന്റെ മഹത്വമേറിയ സാന്നിധ്യം ഇന്ന് രാത്രി നമ്മുടെ മധ്യയെ വെളിപ്പെട്ട് വരട്ടെ. ഈ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന സിസ്റ്റർ വീണ അജയ്, അതുപോലെ മറ്റ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. അല്പസമയങ്ങൾ ദൈവവചനത്തിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിന്റെ വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാണ്. ദൈവവചനം എപ്പോൾ നമ്മൾ കേട്ടാലും അത് ദൈവത്തിന്റെ വചനമായി തന്നെ നമ്മളതിനെ സ്വീകരിക്കുന്ന സമയം നമ്മുടെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ വിടുതലുകൾ സംഭവിക്കാനിടയായിത്തീരും. വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വചനം കൊണ്ടുവരും. വചനത്തോളം ശക്തമായി പ്രവർത്തിക്കുന്ന മറ്റൊന്നും ആമേനില്ല. വളരെ ഗൗരവത്തോടെ നമുക്ക് ദിവസത്തിൽ അല്പസമയങ്ങളായിരിക്കാം. സങ്കീർത്തനങ്ങൾ 55-ാം അധ്യായം അതിന്റെ 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നിന്റെ ഭാരം കർത്താവിൽ പരമേൽപ്പിക്കുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ഒരു നാളും സമ്മതിക്കത്തില്ല. അവിടെ വളരെ ശക്തമായ സങ്കീർത്തനക്കാരൻ നമ്മോട് സംസാരിക്കുകയാണ്. നിന്റെ ഭാരം കർത്താവിൽ പരമേൽപ്പിക്കുക. അതിനെ കന്നഡയിലൊക്കെ അത് വായിക്കുമ്പോൾ ചിന്താഭാരം എന്ന അവിടത്തേക്ക് ഭാരമെന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുമ്പോൾ അത് മനുഷ്യന്റെ ഹൃദയത്തിനകത്തുള്ള ചിന്താഭാരത്തെ കുറിച്ചാണ്. അനേകമായ വിഷയങ്ങളെക്കുറിച്ച്, അനേക സാഹചര്യങ്ങളെക്കുറിച്ച്, അനേക സംഭവങ്ങളെക്കുറിച്ച്, മുന്നോട്ടുള്ള ഭാവി മേഖലയെക്കുറിച്ച്, നാളെ എന്താകും എന്നതിനെക്കുറിച്ച് ഒക്കെയുള്ള അനവധിയായ ചിന്താഭാരങ്ങളിലാണ് പലപ്പോഴും ആമേൻ മനുഷ്യരായിരിക്കുക. എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതി എന്താകും, തലമുറയുടെ സ്ഥിതി എന്താകും, എൻ്റെ ശുശ്രൂഷയുടെ ഭാവി എന്താകും, സഭയുടെ അവസ്ഥ എന്താകും, അങ്ങനെ അനവധിയായിരിക്കുന്ന ചോദ്യങ്ങൾ ആമേ ഹൃദയത്തിനകത്ത് കിടക്കുകയാണ്. അനവധിയായ ഭാരങ്ങൾ ഹൃദയത്തിനകത്ത് കിടക്കുകയാണ്. എന്നാൽ ഇവിടെ പറയുന്നു, ഈ ഭാരങ്ങൾ ഉള്ളിൽ വഹിച്ചു കൊണ്ടുപോകുന്നതിനപ്പുറത്ത് ഈ ഭാരങ്ങളെ ഇറക്കി വെക്കാൻ കഴിയുന്ന കർത്താവിലേക്ക് ഇതിനെ ഇറക്കി വെക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവം നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോവാൻ സമ്മതിക്കത്തില്ല. ദൈവത്താൽ പുലർത്തപ്പെടണമെങ്കിലും ദൈവത്താൽ ഉറപ്പിക്കപ്പെട്ട് ഏത് പ്രശ്നത്തെ നടുവിൽ നാം ഉറപ്പോടെ നിൽക്കണമെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്തുനിന്ന് ആദ്യം മാറിപ്പോകേണ്ടത് ചിന്താഭാരങ്ങളാണ്. ഭാരം അകത്ത് വരുമ്പോൾ മനുഷ്യനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഭാരം അകത്ത് വർദ്ധിച്ചാൽ പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. ഭാരം അകത്ത് വർദ്ധിച്ചാൽ അവനൊന്നും സംസാരിക്കാൻ കഴിയത്തില്ല. ഭാരം അകത്ത് വർദ്ധിച്ചാൽ ഒന്നും ചെയ്യുവാൻ തോന്നത്തില്ല. ഹൃദയത്തിനകത്ത ഭാരമാണ് മനുഷ്യനെ മുന്നോട്ട് പോകാൻ കഴിയാതാക്കുന്നത്. ഹൃദയത്തിനകത്ത ഭാരമാണ് അവൻ ആത്മീയത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അനുഭവങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഹൃദയത്തിനകത്തെ ഭാരമുണ്ടാക്കുന്ന അനവധിയായ വിഷയങ്ങൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. മറ്റുള്ളവരുടെ വാക്കുകളാൽ വരുന്ന നിന്ദാഭാരം, മറ്റുള്ളവരുടെ വാക്കുകളാൽ വരുന്ന വലിയ അപമാനത്തിന്റെ ഭാരം, അങ്ങനെ ഒത്തിരി വിധ ഭാരങ്ങൾ ഒരു മനുഷ്യന്റെ അകത്തേക്ക് പിശാച് കടത്തിവിടുവാൻ ശ്രമിക്കുമ്പോൾ സ്വർഗം ഒരു വലിയ വിടുതലിന്റെ മാർഗം പറയുകയാണ്: നിന്റെ ഭാരം കർത്താവിൽ പരമേൽപ്പിക്കുക. അപ്പൊ ഭാരം കർത്താവിലേക്ക് ഇറക്കി വെച്ചാൽ, ആ ഭാരത്തിൽ നിന്ന് ഒരു സ്വാതന്ത്ര്യം പ്രാപിച്ചാൽ അതിനപ്പുറമായി ചില പുതിയ കാര്യങ്ങൾ കാണുവാനും ചിന്തിക്കുവാനും പുതിയ കാര്യങ്ങൾ വിശ്വസിക്കുവാനും പുതിയ കാര്യങ്ങൾ സംഭവിക്കുമെന്ന് ഉറയ്ക്കുവാനും നമുക്ക് കഴിയും. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് യഥാർത്ഥമായിരിക്കും ഒരു ലക്ഷ്യബോധത്തിലേക്ക് വരുവാൻ വേണ്ടി കഴിയും. പലപ്പോഴും ആളുകളെ മുന്നോട്ട് പോകാൻ കഴിയാതെ ഞെരങ്ങുന്നവരാക്കി, മടുത്തു പോകുന്നവരാക്കി, തളർന്നു പോകുന്നവരാക്കി, ഭയപ്പെടുന്നവരാക്കി, ക്ഷീണിച്ചു പോകുന്നവരാക്കി മാറ്റിക്കളയുന്ന അനുഭവങ്ങളാണ് പല മേഖലയിൽ നിന്നും വരുന്ന പലവിധമായിരിക്കുന്ന ഭാരങ്ങൾ ഹൃദയത്തിനകത്ത് കൊണ്ടുവരുന്നത്. ഹൃദയത്തിനകത്ത് ഭാരം വരുമ്പോൾ അവന് സന്തോഷിക്കാൻ കഴിയുന്നില്ല, സമാധാനം അനുഭവിക്കാൻ കഴിയുന്നില്ല. ആ ഭാരത്തിനകത്ത് വല്ലാത്തൊരു അനുഭവത്തിലേക്ക് മാറുകയാണ്. ആകെ കൺഫ്യൂഷൻ ആകുന്നു. എന്ത് ചെയ്യാൻ കഴിയും, എന്തു ചെയ്യും, എങ്ങനെയാകും, ഒന്നിനും ഒരു ആൻസർ ഇല്ലാത്ത, ഒന്നിനും ഒരു മറുപടി കാണാൻ കഴിയാത്ത, ഒരു കാര്യത്തിൽ വ്യക്തതയില്ലാത്ത നിലയിൽ ഹൃദയങ്ങൾ കലങ്ങിപ്പോകും. അതാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. സ്തോത്രം, ഹൃദയം കലങ്ങരുത്.
അതെ, ഞാൻ പോയതുപോലെ ഞാൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറയുന്ന, അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തോട് പറയുന്ന വാക്കാണ്, നിങ്ങൾ കലങ്ങിപ്പോകരുത്. ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് പറയാനുണ്ട്, കലങ്ങിക്കിടക്കുന്ന ഹൃദയങ്ങളെ സ്വർഗത്തിന് ഇന്ന് രാത്രി സ്തോത്രം കലങ്ങിയ അനുഭവങ്ങൾ മാറ്റി വ്യക്തതകൾ നൽകി തരുന്ന, സുതാര്യമാക്കി മാറ്റുന്ന, സ്തോത്രം ഒന്നിനെ കുറിച്ചും കൺഫ്യൂഷനോ ഭയമോ ഇല്ലാത്ത ധൈര്യത്തോടെ ഏത് അനുഭവങ്ങളെയും നേരിടുവാൻ കഴിയുന്ന നിലയിൽ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന അങ്ങനെയുള്ള ഹൃദയത്തിനകത്താണ് ദൈവത്തിന്റെ ദർശനങ്ങളെയും ദൈവത്തിന്റെ വെളിപ്പാടുകളെയും ദൈവത്തിന്റെ നിയോഗങ്ങളെയും ദൈവത്തിന്റെ ആലോചനകളെയും ദൈവത്തിന്റെ പദ്ധതികളെയും ദൈവത്തിന് ഫലമേൽപ്പിക്കുവാനാകുക. സ്തോത്രം. ഈ വിധത്തിലുള്ള പലവിധ ഭാരങ്ങൾ മനുഷ്യ ജീവിതത്തിനകത്തേക്ക് പിശാച് കടത്തിക്കൊണ്ടുവരുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ എങ്ങനെയാണ് നമ്മൾ ഈ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ കഴിയുക? സ്തോത്രം. ഈ ഭാരം അകത്ത് വെച്ചുകൊണ്ട് പോകുന്തോറും അത് നമ്മുടെ ജീവിതത്തിനകത്ത് പല വിധത്തിലുള്ള നന്മകളെ തടയുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. നമുക്ക് പല വ്യക്തികളോട് ഹൃദയത്തിൽ ഭാരമുണ്ടാകാം. സ്തോത്രം. പല വ്യക്തികൾ ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളോട് അവരോട് ഭാരമുണ്ടാകാം. ഭാരം ഹൃദയത്തിനകത്ത് വന്നാൽ ആ ഭാരം നിമിത്തം കയ്പുണ്ടാകാം, പകയുണ്ടാകാം, വിദ്വേഷമുണ്ടാകാം, വെറുപ്പുണ്ടാകാം. സ്തോത്രം. അങ്ങനെയുള്ള അനവധിയായ കാര്യങ്ങൾ നമ്മുടെ അകത്തുളവാകാം. ഒരു ഭാരമകത്ത് വന്നു കഴിഞ്ഞാൽ സ്തോത്രം വളരെ ശാന്തമായി, സന്തോഷമായി, സുന്ദരമായി പോകുമ്പോഴായിരിക്കാം സ്തോത്രം നമ്മളെ ഇടിച്ചു കാട്ടുന്ന ഒരു വാക്ക്, നമ്മളെ അപമാനിക്കുന്ന ഒരു വാക്ക്, നമ്മളെ തളർത്തിക്കളയുന്ന ഒരു വാക്ക് നമ്മുടെ നേരെ വരുന്നത്. അങ്ങനെ ഒരു വാക്ക് വന്നു കഴിയുമ്പോൾ ആ വാക്ക് ഹൃദയത്തിനകത്ത് ഒരു ഭാരമായി, ഒരു മുറിവായി നമ്മുടെ അകത്ത് സ്തോത്രം സന്തോഷം നഷ്ടപ്പെട്ട്, ആനന്ദം നഷ്ടപ്പെട്ട്, എല്ലാം ചെയ്യാനുള്ള ആ പ്രസന്നത നഷ്ടപ്പെട്ട്, ആ ചൈതന്യം നഷ്ടപ്പെട്ട്, ഊർജ്ജസ്വത നഷ്ടപ്പെട്ട് നമ്മൾ ക്ഷീണിച്ചോ മടുത്തും പോകുവാനിടയാകും. നമ്മുടെ അകത്തേക്ക് സ്തോത്രം ആ വാക്കുകൾ നിമിത്തമുണ്ടായ മുറിവ് നമ്മുടെ ഹൃദയത്തിന്റെ താളം തന്നെ തെറ്റിക്കുവാനിടയാകും. എന്നാൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഭാരത്തെ ഇറക്കാൻ കഴിയുക? സ്തോത്രം. വിശുദ്ധ വേദപുസ്തകത്തിൽ ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിനകത്ത് നമുക്ക് ഹന്നായെ കാണുവാൻ വേണ്ടി കഴിയും. ഹന്നായെ കുറിച്ച് അവിടെ നമ്മൾ കാണുമ്പോൾ സ്തോത്രം ഹന്നായുടെ ജീവിതത്തിനകത്ത് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തെ എങ്ങനെയാണ് താൻ അതിനെ ഫേസ് ചെയ്യുന്നത്, എങ്ങനെയാണ് താൻ അതിനെ മറികടക്കുന്നത്, എങ്ങനെയാണ് നിന്ദയെ സ്തോത്രം മാന്യതയാക്കി മാറ്റുന്നത്, എങ്ങനെയാണ് കണ്ണുനീരിനെ സന്തോഷമാക്കി മാറ്റുന്നത്, എങ്ങനെയാണ് പരാജയത്തെ ജയമാക്കി മാറ്റുന്നത് എന്ന് നമുക്കവിടെ കാണുവാൻ വേണ്ടി കഴിയും. സ്തോത്രം. ഒരേ ഭവനത്തിനകത്ത് സ്തോത്രം രണ്ട് സ്തോത്രം വ്യക്തികൾ അന്നത്തെ കാലഘട്ടത്തിൽ സ്തോത്രം എൽക്കാനയ്ക്ക് 2 ഭാര്യമാരാണ്. ഹന്നായുണ്ട്, പെനീനയുണ്ട്, 2 വ്യക്തികളുണ്ട്. സ്തോത്രം. ഒരിക്കലൊരു പ്രസംഗം ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം ഒരു ഭാര്യ ഭർത്താവുമാണെങ്കിൽ അവർ തമ്മിലാണ് പ്രശ്നമുണ്ടാകുന്നത്, എന്നാൽ 2 ഭാര്യമാരുണ്ടെങ്കിൽ അവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കൊള്ളുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക സന്ദർഭത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഭവനത്തിനകത്ത് സ്തോത്രം ഒരിക്കലും സന്തോഷകരമായ ഒന്നും ലഭിക്കാത്ത, ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതോ ഒരിക്കലും നല്ല വാക്കുകളോ പറയുവാൻ കഴിയാത്ത, എപ്പോഴും വേദനിപ്പിക്കുന്ന, നിന്ദിക്കുന്ന, എപ്പോഴും പ്രശ്നങ്ങളെ എടുത്തു കാണിച്ച്, എപ്പോഴും പോരായ്മ എടുത്തു കാണിച്ച്, എപ്പോഴും കുറവുകൾ എടുത്തു കാണിച്ച്, ബലഹീനതകൾ എടുത്തു കാണിച്ച് സ്തോത്രം ചോദ്യം ചെയ്ത് മനസ്സിനെ തളർത്തുന്ന, മനസ്സിനെ ക്ഷീണിപ്പിക്കുന്ന, എപ്പോഴും നിന്ദിക്കുന്ന, എപ്പോഴും പരിഹസിക്കുന്ന, ഒരിക്കലും പോസിറ്റീവ് ആയിരിക്കുന്ന ഒരു നല്ല കാര്യം പറയുവാൻ തയ്യാറാകാത്ത സ്തോത്രം ഒരു വ്യക്തി ആ കുടുംബത്തിനകത്ത് തന്നെ ഉള്ളപ്പോൾ ഇന്ന് അങ്ങനെയുള്ള പ്രശ്നം നേരിടുന്ന പലരുമുണ്ട്. ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നാകാം, സഭയിൽ നിന്നാകാം, സമൂഹത്തിൽ നിന്നാകാം. സ്തോത്രം. ഒരു പ്രതിസന്ധിയിലൂടെ കൂടെ പോകുമ്പോൾ, ഒരു സാഹചര്യത്തിൽ കൂടെ പോകുമ്പോൾ അതിനകത്ത് ദൈവം പ്രവർത്തിക്കുമെന്നും അതിനകത്ത് അത്ഭുതം നടക്കുമെന്നും അതിനകത്ത് മറുപടി ഉണ്ടാകുമെന്നും പറയുവാൻ തയ്യാറാകാതെ വണ്ണം ആ പ്രശ്നങ്ങളുടെ മുഖത്ത് കുറ്റപ്പെടുത്തുന്ന, നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന, തള്ളിക്കളയുന്ന, ഒറ്റപ്പെടുത്തുന്ന അനവധി ആളുകളുടെ നടുവിലാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി തിരിച്ചറിയുക, സ്തോത്രം ഏത് സാഹചര്യത്തിനകത്തായാലും ആരെല്ലാം എതിരായി നിന്നാലും, ആരെല്ലാം വിരോധമായി നിന്നാലും, ആരെല്ലാം സ്തോത്രം ശാവാക്കൾ പറഞ്ഞാലും, ആരെല്ലാം വിരോധമായ കാര്യങ്ങൾ ഉയർത്തി കാണിച്ചാലും, സ്തോത്രം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, ദൈവവുമായി നിരന്തരം ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയെ
തളർത്തിക്കളയുവാൻ ആർക്കും കഴിയത്തില്ല. സ്തോത്രം. ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ വാക്കുകൾക്ക് അവിടെ പ്രസക്തിയില്ല, ദൈവത്തിന്റെ വാക്കുകൾക്കാണ് പ്രസക്തി. ഇന്ന് രാത്രിയിൽ ആമേൻ നിങ്ങളുടെ ജീവിതത്തോട് ദൈവം എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് മനുഷ്യൻ പറയുന്നതിനെ മാറ്റിവെച്ച് കാണുന്ന സാഹചര്യത്തെ, കാണുന്ന അനുഭവങ്ങളെ, കാണുന്ന അവസ്ഥകളെ ആമേൻ നോക്കി അതിനെ കണ്ടുകൊണ്ട് അതിനെ ഹൃദയത്തിൽ എടുത്തുകൊണ്ട് അതിനെക്കുറിച്ച് പറയാതെ അതിനപ്പുറത്ത് ദൈവം ചെയ്യുവാൻ പോകുന്ന വിളിച്ച ദൈവത്തെക്കുറിച്ച്, അവൻ തെരഞ്ഞെടുത്ത ദൈവത്തെക്കുറിച്ച്, അവൻ നാം വിശ്വസിക്കുന്ന, നാം പ്രാർത്ഥിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവത്തെക്കുറിച്ച്, ആ ദൈവം എന്റെ ജീവിതത്തിൽ അവൻ എന്തു ചെയ്യുമെന്നുള്ള ഉറപ്പോടുകൂടി സാഹചര്യത്തിനപ്പുറത്ത് അത്ഭുതം വിളിച്ചു പറയുവാൻ ആര് തയ്യാറാകുമോ അവരുടെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ വെളിപ്പെട്ടു വരേണ്ടയാകും. ഇന്ന് രാത്രിയിൽ അവൻ തിരിച്ചറിയുക, നമ്മുടെ സാഹചര്യങ്ങൾക്കപ്പുറത്ത് ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ടു വരും. നമ്മുടെ ഭാരം മാറണമെങ്കിൽ, നിരാശ മാറണമെങ്കിൽ അവൻ എന്റെ ദൈവം എന്റെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം ഹൃദയത്തിനകത്ത് വെളിപ്പെട്ടു വരേണ്ടത് ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം റോമാലേഖനം 8:28 ഇങ്ങനെ പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടത് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടെ ഒരു വാക്ക് ശക്തമായി എടുത്തു പറയുന്നു. ആർക്കാണ് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്? ആർക്കാണ് പറയാൻ കഴിയുന്നത് ഞാൻ കടന്നു പോകുന്നത്, ഞാൻ നേരിടുന്ന വിഷയം എന്റെ നന്മയായി മാറാൻ പോകുകയാണെന്ന്? ഇത് എന്റെ ദോഷത്തിനല്ല, എന്റെ തകർച്ചയ്ക്കല്ല, എന്റെ പരാജയത്തിനല്ല, ഇത് എന്റെ ജീവിതത്തിന്റെ താഴ്ചക്കല്ല, ഇതെന്റെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാണ്, അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്, അത്ഭുതത്തിന് വേണ്ടിയാണ് എന്ന് പറയുവാൻ ആർക്കാണ് കഴിയുക? ആമേൻ. സ്തോത്രം. സംഭവിക്കുന്ന ഓരോ മേഖലയെ നോക്കിയിട്ടും പറയാൻ അവർക്ക് കഴിയും. ആർക്ക് കഴിയും? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അപ്പോൾ ജയിക്കുവാനുള്ള, അല്ലെങ്കിൽ ഭാരങ്ങളെ മറികടക്കാനുള്ള, പരാജയങ്ങളെ ജയമാക്കാനുള്ള, ഏത് പൈശാചിക പോരാട്ടങ്ങളെയും മാനുഷിക വെല്ലുവിളികളെയും ജയിപ്പാനുള്ള ഏറ്റവും വലിയ കാര്യം ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അകത്തേക്ക് കയറുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ വചനം അത് എടുത്തു പറയുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സ്തോത്രം സകലവും നന്മയ്ക്കായി മാറും. ദൈവത്തെ സ്നേഹിക്കുന്നവനെ സകലത്തെ ജയിക്കുവാൻ വേണ്ടി കഴിയും. ദൈവത്തെ സ്നേഹിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവനെ വേർപിടുത്തി കളയുവാൻ ഒരു പ്രതിസന്ധിക്കും, ഒരു കഷ്ടതയ്ക്കും, ഒരു പട്ടിണിക്കും, ഒരു വെല്ലുവിളിക്കും, ഒരു നിന്ദയ്ക്കും, ഒരു അപമാനത്തിനും സാധ്യമല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സകലത്തെയും ജയിക്കും. ഇന്ന് രാത്രിയിൽ നാം നേരിടുന്ന ഏതു പ്രതിസന്ധിയെ ജയിക്കുവാൻ കഴിയുന്ന ഒരാത്മതലത്തിലേക്ക് ദൈവത്തിന് കയറ്റുവാൻ ആഗ്രഹമുണ്ട്. ദൈവത്താമൻ ഒരു വലിയ ജയത്തിന്റെ അനുഭവത്തിൽ, ഒരു വലിയ സമാധാനത്തിന്റെ അനുഭവത്തിൽ ദൈവത്തിന് കൊണ്ടുപോകുവാൻ ആഗ്രഹമുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് തരുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിനകത്ത് വെളിപ്പെട്ടു വരേണ്ടത് സ്തോത്രം എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. സ്തോത്രം. എനിക്ക് സംസാരിക്കുവാൻ, എനിക്ക് എന്റെ വിഷയങ്ങളെ അവതരിപ്പിക്കുവാൻ ഏറ്റവും വിശ്വസ്തനായ, ഏറ്റവും സ്തോത്രം ആശ്രയിക്കാൻ കൊള്ളാവുന്ന, ഏറ്റവും സ്തോത്രം എന്നെ കേൾക്കുവാൻ തയ്യാറുള്ള, ഏറ്റവും അധികം എന്നെ മനസ്സിലാക്കുവാൻ തയ്യാറുള്ള, ഏറ്റവും അധികമായി എന്നെ അറിയുന്ന, എന്നെ കരുതുന്ന സ്തോത്രം എന്റെ കർത്താവിന്റെ അടുക്കൽ എന്റെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കുമ്പോഴാണ് ജീവിതത്തിനകത്ത് വിടുതൽ വരുന്നത്. ഈ മർമ്മം അല്ലെങ്കിൽ ഈ വിഷയം മനസ്സിലാക്കാൻ കഴിഞ്ഞ ഹന്നയെ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. പെനീന അവളെ വളരെ ബുദ്ധിമുട്ടിച്ചു, വളരെ ഞെരുക്കി, വളരെ പ്രയാസമുണ്ടായി. സ്തോത്രം. സഹിക്കാവുന്നതിന് അപ്പുറത്ത് സഹിച്ചു, ക്ഷമിക്കാൻ അപ്പുറത്ത് ക്ഷമിച്ചു. അപ്പോൾ ക്ഷമയും സഹനവും എല്ലാം അതിന്റെ ഒരു അളവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ സ്തോത്രം ഏതു മനുഷ്യനും ഒരു പരിധി കഴിഞ്ഞാൽ കേട്ടു, സഹിച്ചു, ക്ഷമിച്ചു, മിണ്ടാതിരിക്കുന്നവൻ പോലും പ്രതികരിച്ചു പോകും. കുറെ കഴിയുമ്പോൾ പ്രതികരിക്കത്തക്ക സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. പ്രതികരിപ്പിക്കത്തക്ക വിധം പ്രതികരിക്കാത്തവനെ, എതിർത്ത് പറയാത്തവനെ, സ്തോത്രം എല്ലാം കേട്ടിട്ടും ഒന്നും തിരിച്ചു പറയാൻ തയ്യാറാകാത്തവനെ കൊണ്ട് പോലും പ്രതികരിപ്പിക്കുന്ന നിലയിൽ വാക്കുകൾ പറയുന്നവർ, പ്രവർത്തിക്കുന്നവർ, അപമാനിക്കുന്നവർ ഒരുപക്ഷേ സ്തോത്രം അടുത്തു വന്നിട്ടേക്കാം. അത് വീട്ടിലുണ്ടാകാം, അത് പൊതുസമൂഹത്തിലുണ്ടാകാം, അത് കൂട്ടായ്മയിലുണ്ടാകാം, നമ്മളോട് ഏറ്റവും ചേർന്ന് നടക്കുന്നവർ, സ്നേഹിക്കുന്നു പറയുന്നവരിൽ നിന്നുണ്ടാകാം. എന്നാൽ സ്തോത്രം ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിനകത്തൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്രം ഈ അനുഭവത്തിൽ കൂടി കടന്നു പോകുന്ന സ്തോത്രം ഈ വ്യക്തി സ്തോത്രം തന്റെ ജീവിതത്തിനകത്ത് ആശ്വാസത്തിന്റെ ഒരു വാക്ക് കേൾക്കാനില്ലാതെ, കരുതലിന്റെ, സ്നേഹത്തിന്റെ ഒരു വാക്ക് കേൾക്കാനില്ലാതിരിക്കുമ്പോൾ സ്തോത്രം അവൾക്കറിയാം ഇതിനപ്പുറത്തേക്ക് എനിക്കിനി പിടിച്ചു നിൽക്കണമെങ്കിൽ, എനിക്കിതിനെ ജയിക്കണമെങ്കിൽ സ്തോത്രം ഞാൻ ഈ ഒരു അനുഭവത്തിൽ തുടർന്നാൽ പോരാ. അതുകൊണ്ട് സ്തോത്രം അവൾ തീരുമാനിച്ചു, ആലയത്തിലേക്ക് ഞാൻ കടന്നു പോകും. സ്തോത്രം ദൈവത്തോട് ഞാൻ സംസാരിക്കും. ആലയത്തിലേക്ക് ഞാൻ കടന്നു പോകും. ഞാൻ ദൈവസന്ധി പ്രാർത്ഥിക്കുവാൻ സമയത്ത് വെറുതിരിക്കും.
സ്തോത്രം ആരാണോ പ്രതിസന്ധിയുടെ നടുവിൽ സ്തോത്രം ദൈവത്തെ നോക്കിക്കൊണ്ട് ഞാൻ ദൈവത്തോട് സംസാരിക്കുവാൻ, ദൈവവുമായി ബന്ധം പുലർത്തുവാൻ, ദൈവസന്ധി പ്രാർത്ഥിക്കുവാൻ ഞാൻ സമയം വേർതിരിക്കുമെന്ന് തീരുമാനിക്കുന്ന ആരാണോ അവർ ജയിക്കും. സ്തോത്രം പോരാട്ടത്തെ നോക്കുകയല്ല, പിശാചിനെ കുറിച്ച് പറയുകയല്ല, അല്ലെങ്കിൽ സ്തോത്രം മന്ത്രവാദം ആഭിചാരത്തെ കുറിച്ച് പറയുകയല്ല, ആമേൻ, സ്തോത്രം പ്രശ്നത്തെ കുറിച്ച് പറയുകയല്ല. അതിനപ്പുറത്ത് ദൈവത്തെ കുറിച്ച് ചിന്തിക്കുക, ദൈവത്തെ കുറിച്ച് ആമേൻ ഓർക്കുക, ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തോട് കൂടെ ഇരിക്കുവാൻ ആമേൻ തയ്യാറാകുക. സ്തോത്രം ഹൃദയത്തെ ആമേൻ സ്തോത്രം ആമേൻ ഫ്രീ ആക്കുവാൻ, ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ സ്തോത്രം ആമേൻ ഹന്ന തീരുമാനിച്ചതുപോലെ ഹന്നയുടെ ഏറ്റവും നല്ല തീരുമാനമായിരുന്നു ദൈവത്തോട് കൂടെ ആമേൻ ഇരിക്കണം, ദൈവസന്നിധിയിലേക്ക് കടന്നു പോകണം. അതുകൊണ്ട് താൻ തന്റെ ഭർത്താവിന്റെ അടുക്കൽ പറഞ്ഞു, സ്തോത്രം നിന്റെ ആശ്വാസ വാക്കുകൾക്കപ്പുറം സ്തോത്രം എനിക്ക് എന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോകണം. ആരും ആമെ പോകാത്ത, ആരും പ്രാർത്ഥിക്കാൻ തയ്യാറാകാത്ത ആമേൻ സ്തോത്രം ആലയത്തിലേക്ക് ആമേൻ ആരും കടന്നിയല്ലാത്ത സ്തോത്രം എല്ലാം വഴി തെറ്റിപ്പോയിരിക്കുന്ന, എല്ലാം ദൈവഗൃഹം വിട്ടു പോയിരിക്കുന്ന സ്തോത്രം പുരോഹിതന്റെ മക്കൾ പോലും ദൈവഹിതം വിട്ട് പ്രവർത്തിക്കുന്ന സ്തോത്രം ആ കാലഘട്ടത്തിലും സ്തോത്രം ദൈവത്തെ വിട്ടുകളയാതെ, സ്തോത്രം വിശ്വാസം വിട്ടുകളയാതെ, വിശുദ്ധി വിട്ടുകളയാതെ, സ്തോത്രം ആമേ ദൈവാശ്രയം വിട്ടുകളയാതെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ തയ്യാറായ സ്തോത്രം ഒരു സഹോദരി ആമേ ദൈവസന്നിധിയിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുകയാണ്. എന്താണ് ആമേ സ്തോത്രം ഹന്നായിൽ ആമേ ആമയുടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നറിയാവോ? ഒരു വലിയ ഉണർവ് ആമേൻ അവളിൽ കൂടെ പുറത്തു വരാനുണ്ട്. സ്തോത്രം അവൾ കടന്നു പോകുന്ന ആ പ്രയാസം, അവൾ കടന്നു പോകുന്ന ആ വേദന, അവൾ കടന്നു പോകുന്ന ആ നിന്ന, അത് തകർച്ചയ്ക്കല്ല, അത് പരാജയത്തിനല്ല, അത് വരും തലമുറ വിടുതലായി മാറുവാൻ അവളുടെ പ്രാർത്ഥനയുടെ മറുപടി ആമേ സ്തോത്രം ഇസ്രായേലിന്റെ ആമേ സ്തോത്രം മഹത്വമായി മാറുവാൻ കാരണമായി തീരുമാറ്. അതേ ദൈവം ആമേൻ ഒരു പ്രശ്നം അനുവദിച്ചെങ്കിൽ, ഇന്ന് രാത്രി എന്തെങ്കിലും ഒരു പ്രതിസന്ധി നിങ്ങൾ അനുവദിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രതികൂലം അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതികൂലം, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറൊന്നിനുമല്ല, അതൊരു അത്ഭുതകരമായ ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയാണ്, ഒരു അത്ഭുതകരമായ ദൈവിക ഉണർവിന് വേണ്ടിയാണ്. സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. നമ്മളെ വെറുതെ ദൈവം കടത്തിവിടുന്നതല്ല. പ്രാർത്ഥിക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ, പ്രാർത്ഥിക്കുവാനുള്ള ചില അവസരങ്ങൾ, പ്രാർത്ഥിക്കത്തക്കുള്ള ചില ആമേൻ സ്തോത്രം പ്രതിസന്ധിയുടെ മണ്ഡലങ്ങൾ, ചില ഒറ്റപ്പെടലുകൾ, ചില വേദനകൾ, ചില പ്രയാസങ്ങൾ ജീവിതത്തിനകത്ത് കടന്നു വരുമ്പോൾ സ്തോത്രം അത് നമ്മളെ ആമേൻ തളർത്തിക്കളയുകയല്ല, നമ്മളെ ദൈവത്തിൽ നകറ്റിക്കളയുകയല്ല. ഒരു യഥാർത്ഥ ദൈവവിതലിനെ, ഒരു യഥാർത്ഥ ആമേൻ സ്തോത്രം വിശുദ്ധനെ, അല്ലെങ്കിൽ യഥാർത്ഥ വിശുദ്ധയെ, ഒരു യഥാർത്ഥ ദൈവഭക്തനെ, ദൈവഭക്തയെ ആമേൻ ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്, ദൈവത്തോട് ആമേൻ ചേർത്ത് കൊണ്ടുവരുന്നതാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ആമേൻ സ്തോത്രം ദൈവത്തിന് അവരോട് ചിലത് സംസാരിക്കാനുണ്ട്. അത് സ്തോത്രം നമ്മൾ വചനത്തിൽ വായിക്കുന്നു, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും. സ്തോത്രം ഇന്ന് രാത്രി അതേ ദൈവത്തിന് ഹൃദ്യമായി ചിലത് സംസാരിക്കുവാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ നോക്കി, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നോക്കി, നിങ്ങളുടെ ശുശ്രൂഷകളെ നോക്കി, നിങ്ങളുടെ കുടുംബത്തെ നോക്കി, തലമുറകളെ നോക്കി ദൈവത്തിന് ഹൃദ്യമായി ചിലത് സംസാരിക്കുവാൻ ആഗ്രഹമുണ്ട്. ഈ രാത്രിയിൽ വിശ്വസിക്കുക, ഹൃദ്യമായി ചിലത് ആമേ സ്തോത്രം ആമേ സന്തോഷകരമായത്, ആനന്ദകരമായത്, അത് ഹൃദ്യമായതെന്ന വാക്ക് തന്നെ ആമേ സ്തോത്രം ആമേ ഹൃദയം സന്തോഷിക്കുന്ന, ആനന്ദിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ. ആമേ ഹൃദയം ആമേ നിറഞ്ഞു തുളുമ്പുന്ന, നന്ദി കൊണ്ട് നിറയുന്ന ഏറ്റവും മനോഹരമായ ആമേ സ്തോത്രം കാര്യങ്ങളെ ദൈവത്തിന് സംസാരിക്കുവാനായിട്ടുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ചില പ്രതിസന്ധികളിൽ, ചില പ്രതികൂലങ്ങളിൽ കൂടെ ദൈവമക്കളെ കടത്തിവിടുന്നത്. പലപ്പോഴും ആളുകൾ ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു നിന്ന വരുമ്പോൾ സ്തോത്രം ഉടനെ തന്നെ ആമേൻ അവർ ചിന്തിക്കുന്നത് എന്തോ പോരാട്ടമാണ്, എന്തോ ആരോ ചെയ്തിട്ടാണ്, എന്തോ ഒരു ബന്ധനമാണ്, എന്തോ ഒരു കെട്ടാണ്, എന്തോ ഒരു ശാപമാണ്. അവർ പ്രവാചകന്മാരുടെ പുറകെ ഒക്കെ അവർ ഓടിപ്പോകും. സ്തോത്രം. അപ്പോൾ പറയും അത് ബന്ധനമാണ്, അത് കെട്ടാണ്, അത് അവർ ചെയ്തതാണ്, ഇവർ ചെയ്തതാണ്. സ്തോത്രം. എന്നാൽ ഒരു യഥാർത്ഥ വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വിശുദ്ധൻ ഒരു കാര്യം അറിയാം. സ്തോത്രം. ഞാൻ വിശുദ്ധനാണോ? ഞാൻ ദൈവത്തിന്റെ രാജ്യത്തിനകത്താണ്. വിശുദ്ധനാണോ? സ്തോത്രം. ഞാൻ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിക്കപ്പെട്ടവനാണ്. ഞാൻ വിശുദ്ധനാണോ? ഞാൻ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഗലാത്യലേഖനം 5:1 പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി, അത് ഉറച്ചു നിൽപ്പിൻ, പിന്നെ അടിമത്വത്തിൽ കുടുങ്ങിപ്പോകരുത്. അതേ സ്തോത്രം. ഗലാത്യലേഖനം വളരെ ശക്തമായത് പറയുന്നു, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കി. അവൻ നമ്മളെ ദൈവം ക്രിസ്തുവിൽ കൂടെ ഒരു വലിയ സ്വാതന്ത്ര്യം നൽകി തന്നു. അത് യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത അതേ സാക്ഷാൽ സ്വാതന്ത്ര്യം. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുന്നു. യേശു വാഗ്ദത്തം ചെയ്ത ആ സ്വാതന്ത്ര്യം അതേ കാൽവരിയിലൂടെ നമുക്ക് കർത്താവ് നൽകി തന്നു. സ്തോത്രം. അത് പൗലോസിൽ കൂടെ പരിശുദ്ധ പറയുന്നു, അതെ ആ സ്വാതന്ത്ര്യം
ക്രിസ്തു നമുക്ക് നൽകി സ്വാതന്ത്ര്യത്തെ നമ്മളെ ക്രിസ്തുവിൽ നമ്മളെ സ്വതന്ത്രരാക്കി. ഇനി നമ്മൾ അടിമനുഖത്തിൽ കുടുങ്ങരുത് എന്ന് പറഞ്ഞാൽ ആമേൻ സ്തോത്രം. ആമേൻ നമ്മൾ ഇനി ഒരു നുഖത്തിനകത്തേക്ക് പോകാതിരിക്കണമെങ്കിൽ, ഒരു ഭയത്തിനകത്തേക്ക് നമ്മൾ പോകാതിരിക്കണം. സ്തോത്രം. ദൈവത്തെ കുറിച്ചുള്ള യഥാർത്ഥമായ തിരിച്ചറിവിലേക്ക് നമ്മൾ വരണം. സ്തോത്രം. ദൈവത്തിന്റെ വചനം അത് ശക്തമായി പറയുന്നു. വിശുദ്ധനാണോ? വിശുദ്ധനെ സംബന്ധിച്ച് ആമേൻ ഒരു പൈശാചിക ശക്തിയും അവനെ തൊടുകയില്ല. ഒരു ദുഷ്ട വ്യാപാരമോ അവന്റെ ജീവിതത്തെ അവൻ തൊടുകയില്ല. കാരണം എന്താണ്? ആമേ വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിന് ആമേ നമ്മെ യോഗ്യരാക്കി തീർത്തു. ആമേ കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 12-13 വാക്യങ്ങളാണ് പറയുന്നത്. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തുള്ള അവകാശത്തിന് നമ്മൾ യോഗ്യരാക്കി തീർക്കുകയും സ്തോത്രം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനെ പുത്രരാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അപ്പോൾ അവിടെ പറയുന്നു നമ്മൾ സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. ആമേൻ. ആർക്ക് സ്തോത്രം ചെയ്യണം? നമ്മളെ ഇരുട്ടിന്റെ അധികാരത്തിൽ വിടുവിച്ച സ്നേഹസ്വരൂപനെ പുത്രരാക്കി വെച്ച പിതാവിന് സന്തോഷത്തോടെ നമ്മൾ സ്തോത്രം ചെയ്യുന്നവരാകണം. സ്തോത്രം. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. സ്തോത്രം. പിന്നെ എന്ത് ചെയ്യണം? സന്തോഷിപ്പിൻ. സന്തോഷിപ്പിൻ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തെ അറിയിക്കത്ര വേണ്ടത്. അപ്പോൾ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളെയും നിങ്ങളുടെ ഹൃദയങ്ങളെയും ക്രിസ്തുയേശുവിൽ സംരക്ഷിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ സമാധാനം എടുത്തു കളയുവാൻ നിൽക്കുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ സന്തോഷം എടുത്തു കളയുവാൻ നിൽക്കുന്ന വിഷയങ്ങൾ, സ്തോത്രം. ആമേൻ. ഇതെല്ലാം നിങ്ങളുടെ മുമ്പിൽ ആമേൻ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ദൈവത്തിന്റെ വചനം പറയുന്നു നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും ആകുലപ്പെടരുത്, ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്. സ്തോത്രം. പിന്നെ എന്ത് ചെയ്യണം? ആ ഭാരം, ആ പ്രയാസം കർത്താവിനോട് പറയണം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ അതേ സ്തോത്രം ചില പ്രതിസന്ധികൾ ദൈവം അനുവദിച്ചത്, ചില പ്രതികൂലങ്ങൾ ദൈവം അനുവദിച്ചത്, സ്തോത്രം. അത് ആമേ സ്തോത്രം ഏതോ പോരാട്ടമല്ല, ഏതോ ബന്ധനമല്ല, ഏതോ ആമേ സ്തോത്രം ആരോ ചെയ്തതിന്റെ പരിണിത ഫലമല്ല. അത് നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, ആമേ അത് ദൈവത്തോട് ചേർത്ത് നമ്മളെ ഇരുത്തുവാൻ, അത് ദൈവത്തിന്റെ ശബ്ദം നമ്മളെ കേൾപ്പിക്കുവാൻ ദൈവം അനുവദിച്ച ദൈവത്തിന്റെ പദ്ധതിപ്പെട്ടതാണ്. സ്തോത്രം. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഹൃദയം തുറന്നുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ തയ്യാറാകുമ്പോൾ അതേ സ്തോത്രം അത് ദൈവത്തിൽ നകറ്റുകയല്ല, നമ്മെ ദൈവത്തോട് ചേർത്തിരുത്തുകയാ. വിടുതൽ ഏറ്റവും മനോഹരമായിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് 91-ാം സങ്കീർത്തനകത്ത് പറയുന്നുണ്ട്. അവൻ എന്നോട് പറ്റിയിരുന്നാൽ, എന്നോട് ചേർന്നിരുന്നാൽ, അവൻ എന്നോട് അടുത്തിരുന്നാൽ ഞാൻ അവനെ വിടുവിക്കും. സ്തോത്രം. ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ സ്തോത്രം സകല മണ്ഡലങ്ങളിലും വിടുതൽ വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രിയിൽ അതേ സ്തോത്രം ദൈവത്തോട് ചേർന്നിരിക്കത്തക്ക വിധം ദൈവസന്ധിയിലേക്ക് ആമേ പ്രതിസന്ധികളുടെ മധ്യത്തിൽ, പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഒന്ന് അടുത്തിയെല്ലുവാൻ കഴിയുമോ? ഏത് സാഹചര്യങ്ങളാണ് വിരോധമായി സംജാതമായിരിക്കുന്നെങ്കിലും അതിനെ അത്ഭുതകരമായി അനുകൂലമാക്കി മാറ്റുന്ന ഒരു ദൈവപ്രവൃത്തി മുമ്പിലുണ്ട്. അതത്ര വചനം പറയുന്നത്. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആർ നമുക്ക് എതിരായി നിൽക്കും? ഇന്ന് രാത്രി നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ദൈവം, നമ്മുടെ അരികത്ത് നിൽക്കുന്ന ഒരു ദൈവം, ആ ദൈവം ആവശ്യപ്പെടുന്ന കാര്യമാണ് നിന്റെ ഭാരം കർത്താവിൽ ഭാരമേൽപ്പിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ആ ഭാരം കംപ്ലീറ്റ് ഇറക്കി വെക്കുക. സ്തോത്രം. ഒരല്പം പോലും ആ ഭാരം അവത്തിരിക്കാതെ വണ്ണം, അല്പം പോലും ആശങ്കയില്ലാതെ, അല്പം പോലും കൺഫ്യൂഷൻ ഇല്ലാതെ, അല്പം പോലും നിരാശയില്ലാതെ, അല്പം പോലും ടെൻഷൻ ഇല്ലാതെ ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുന്ന ഒരു അനുഭവം വെളിപ്പെട്ടു വരുവാനുണ്ട്. അതത്രേ സ്തോത്രം ഹന്ന ആമേ ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കുവാൻ തയ്യാറായി ഏൽപ്പിച്ചു കൊടുത്തത്. അതേ സ്തോത്രം ഏറ്റവും മനോഹരമായ ആമേ പ്രാർത്ഥനയുടെ ഏറ്റവും മനോഹരമായ ആമേ സ്തോത്രം ഒരു ഭാഗമാണ് നമ്മൾ ഹന്നയിൽ കാണുന്നത്. വിശ്വസിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്ന, സ്തോത്രം ദൈവത്തോട് കാര്യങ്ങൾ പറയുന്ന, ദൈവത്തോട് അടുത്ത് ചെല്ലുന്ന, സ്തോത്രം ഹൃദയം ദൈവസന്നിധിയിൽ ആമേ പകർന്നു കൊടുക്കുന്ന ഒരു മനോഹരമായ വ്യക്തിത്വം. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ ഒരു വ്യക്തിക്ക് ആമേ സ്തോത്രം ഏത് സാഹചര്യത്തിലും, ഏത് സങ്കടകരമായ അനുഭവത്തിലും, ഏത് വേദനാജനകമായ അനുഭവത്തിലും, ആമേ സ്തോത്രം എത്ര ആമേ പ്രതികൂലമായ സാഹചര്യത്തിലും എങ്ങനെ ഒരു വ്യക്തിക്ക് സ്തോത്രം ആമേ തന്റെ അവസ്ഥകളെ, തന്റെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കുവാൻ കഴിയും. സ്തോത്രം എന്ന് കാണിക്കുന്ന ഒരു വലിയ മാതൃക, പ്രാർത്ഥനയുടെ മാതൃക, വിശ്വാസത്തിന്റെ മാതൃക, സഹിഷ്ണുതയുടെ മാതൃക, ആമേ സ്നേഹത്തിന്റെ മാതൃക, ആമേ സ്തോത്രം ഹല്ലേലൂയ, ആമേ ദൈവിക പ്രത്യാശയുടെ മാതൃക. സ്തോത്രം നമുക്ക് അവിടെ കാണുവാൻ വേണ്ടി കഴിയും. സ്തോത്രം ദൈവസന്നിധിയിലേക്ക് ആമേൻ അവൾ കടന്നു വരുമ്പോൾ, സ്തോത്രം അവൾ കടന്നു വരുന്ന സമയം ആ പള്ളിക്കകത്ത് സ്തോത്രം ആ ശുശ്രൂഷകനായ ഏലി ആ പള്ളിയുടെ അകത്തിരിപ്പുണ്ട്. സ്തോത്രം വേറെ ആരും അവിടെ കടന്നു വരുന്നില്ല. സ്തോത്രം ആമേൻ ആ കാലഘട്ടം പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ആ പള്ളിക്കകത്തേക്ക് കടന്നു വന്ന ഈ സഹോദരി
സ്തോത്രം അവിടെ നമ്മൾക്ക് കാണാൻ വേണ്ടി കഴിയുന്ന കാര്യമുണ്ട്. സ്തോത്രം അവൾ ആലയത്തിലോട്ട് വന്ന് അവൾ വളരെ കരഞ്ഞു എന്നാണ് സ്തോത്രം നമ്മൾ അവിടെ കാണുന്നത്. സ്തോത്രം ഹല്ലേലൂയ. അവൾ ആ ആലയത്തിലേക്ക് കടന്നു വന്ന അതേ സമയത്തിൽ സ്തോത്രം നമുക്കത് കാണുവാൻ വേണ്ടി കഴിയും. സ്തോത്രം ആലയത്തിനകത്ത് വന്ന് ഏലി ആലയത്തിന് വാതിലിൽ ഇരിക്കുമ്പോൾ അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. വളരെ കരഞ്ഞു. സ്തോത്രം അപ്പോൾ അവൾ വളരെ കരഞ്ഞു എന്നവിടെ നമ്മൾ കാണുന്നു. എന്നാൽ താഴെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയും, ഏലി നോക്കുമ്പോൾ സ്തോത്രം കാണുന്നത് സ്തോത്രം ചുണ്ടുകൾ അനങ്ങുന്നുണ്ടെങ്കിലും ശബ്ദം കേൾക്കുന്നില്ല. സ്തോത്രം അവൾ കുലുങ്ങുന്നുണ്ട്, വിറക്കുന്നുണ്ട്. ഏലിക്ക് തോന്നിയത് സ്തോത്രം വീഞ്ഞു കുടിച്ച മത്തിയായിരിക്കുന്ന കാര്യം അവൾ കരയുന്നതിൽ കേൾക്കുന്നില്ല. സ്തോത്രം കരച്ചിൽ ശബ്ദം പുറത്തില്ല. സ്തോത്രം സാധാരണ ആളുകൾ കരയുന്ന ആർട്ടിഫിഷ്യൽ കരച്ചിലുണ്ട്. സ്തോത്രം അഭിനയിക്കുന്ന കരച്ചിലുണ്ട്. മനുഷ്യനെ കേൾപ്പിക്കുവാൻ, മറ്റുള്ളവരെ കേൾപ്പിക്കുവാൻ കരയുന്ന കരച്ചിലുണ്ട്. സ്തോത്രം പലപ്പോഴും ഹൃദയത്തെ തട്ടാത്ത കരച്ചിലുണ്ട്. ജൽപ്പനങ്ങളായി മാറുന്ന കരച്ചിലുണ്ട്. സ്തോത്രം ഭക്തനാണെന്ന് കാണിക്കാനോ ഭക്തിയാണെന്ന് കാണിക്കാനോ കാട്ടിക്കൂട്ടുന്ന നിലവിളികളുണ്ട്. അങ്ങനെയുള്ള നിലവിളിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. സ്തോത്രം സ്തോത്രം താൻ പോലും അറിയാതെ തന്റെ ഹൃദയത്തിനകത്തുനിന്ന് വരുന്ന ശബ്ദമില്ല, വാക്കില്ല, ഭാഷണമില്ല, പക്ഷെ ഹൃദയത്തിൽ നിന്ന് വെളിപ്പെടുന്ന സ്തോത്രം പുറത്തേക്ക് വരാത്ത പ്രാർത്ഥന, സ്തോത്രം തന്റെ ഹൃദയത്തിനകത്തുള്ള മുഴുവൻ ഭാരങ്ങളിൽ തുറന്നു പറയുന്ന അനുഭവം നമുക്കറിയാം. മനുഷ്യന്റെ മനസ്സിനകത്ത് കടന്നു വരുന്ന ഭാരമേറിയ വിഷയങ്ങൾ, ചിന്തകൾ, ആകുലതകളാണ് മനുഷ്യ മനസ്സിനെ താളം തെറ്റിക്കുന്നത്. സ്തോത്രം പ്രഷർ കയറ്റുന്നത്, പല ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, മാനസിക വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നത് ഒക്കെ ഹൃദയത്തിനകത്ത് നിറയുന്ന ഭാരമാണ്. ഭാരം നിറഞ്ഞു ഒരുപാടായി കഴിഞ്ഞാൽ സ്തോത്രം അവർക്ക് ആരോടും മിണ്ടുവാൻ കഴിയത്തില്ല. അവർ മുറിയടച്ചകത്തിരിക്കും. കാരണം അവർക്കൊന്നും പറയാൻ കഴിയുന്നില്ല. അവരുടെ ഹൃദയം മുഴുവൻ ഭാരം കൊണ്ട് തിങ്ങി നിറഞ്ഞ് മുമ്പിലൊന്നും കാണാൻ കഴിയാതെ മനസ്സിന്റെ താളം തെറ്റിപ്പോകുന്ന അനുഭവങ്ങളിൽ ആളുകൾ മാറിപ്പോകാറുണ്ട്. അങ്ങനെ മനസ്സിന്റെ അകത്ത് വരുന്ന ഭാരങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗം വെച്ചിരിക്കുന്നത്. കാരണം ഉള്ളിലുള്ള കാര്യങ്ങൾ ആരോടെങ്കിലും പറയുമ്പോൾ ഭാരം കുറച്ചു മാറിക്കിട്ടും. സ്തോത്രം അതിനാണ് അത് വെച്ചിരിക്കുന്നത്. എന്നാൽ എല്ലാം പറയുവാൻ കഴിയത്തില്ല. സ്തോത്രം എല്ലാം ആരോടും പറയുവാൻ സാധിക്കത്തില്ല. പക്ഷേ സ്തോത്രം ഏറ്റവും ആദ്യം സ്തോത്രം ഈ കാര്യം ചെയ്തത് സ്തോത്രം ഹന്നായാണ്. സ്തോത്രം അത് കേട്ടത് മുഴുവൻ കർത്താവാണ്. ദൈവമാണത് കേട്ടത്. സ്തോത്രം ഇന്ന് പകൽ ഞാൻ പറയാം, ലോക മനുഷ്യൻ തന്റെ ഭാരം മനുഷ്യരോട് പറഞ്ഞാലേ അവന് തീരത്തുള്ളൂ. ലോക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദുഃഖം, അവന്റെ സങ്കടം, അവന്റെ പ്രയാസം മനുഷ്യരോട് പറഞ്ഞാലേ മാറത്തുള്ളൂ. പക്ഷെ എല്ലാം പറയാൻ പറ്റത്തില്ല. പറയുന്നത് മുഴുവൻ കേട്ട് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടവൻ നാട് മുഴുവൻ എന്ന് പറയും. ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാൽ വിശ്വസിക്കാൻ പറ്റുന്ന, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന സ്തോത്രം വിശ്വസ്തനായ ഒരുവനേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവാണ്. കർത്താവിന്റെ അടുക്കൽ സകലവും പറയാം, ഹൃദയം തുറന്ന് പറയാം. ഒരു ദൈവം നമ്മുടെ പിതാവാണ്. ഒരപ്പന്റെ അടുക്കൽ കുഞ്ഞ് തന്റെ ഹൃദയത്തിലുള്ള എല്ലാം പറയുന്നത് പോലെ ഇന്ന് രാത്രി നമുക്കത് പറയുവാനായി കഴിയും. നിങ്ങളുടെ മുമ്പിൽ എന്തെല്ലാം ഭാരമേറിയ വിഷയങ്ങളുണ്ടോ, നിങ്ങൾ എന്തെല്ലാം ഹൃദയത്തിൽ അടക്കി വെച്ചിട്ടുണ്ടോ, എന്തെല്ലാം നിങ്ങൾ സഹിക്കുന്നുണ്ടോ, ഒരുപക്ഷെ അടുത്തിരിക്കുന്നവർക്ക് അറിയത്തില്ല, കൂട്ടായ്മയിൽ ഇരിക്കുന്നവർക്ക് അറിയത്തില്ല. സ്തോത്രം പലതും നിങ്ങൾ സഹിച്ചുകൊണ്ട് കടിച്ചമർത്തിക്കൊണ്ടായിരിക്കാം നിങ്ങൾ ജീവിച്ചു കൊണ്ടുപോകുന്നത്. എന്നാൽ ഇന്ന് രാത്രി പറയാം, പ്രശ്നങ്ങളെ, നിങ്ങളുടെ വേദനകളെ അത്ഭുതങ്ങളാക്കി മാറ്റുവാൻ, നിങ്ങളുടെ വേദനകളെ മഹത്വമാക്കി മാറ്റുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനയെ അത്ഭുതമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് കഴിയും. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ചില ജീവിതത്തിനകത്ത് അസാധാരണമായി ചില മാറ്റങ്ങൾ ദൈവം ചെയ്യാൻ പോവുകയാണ്. അസാധാരണമായി ചില വിടുതൽ ചെയ്യാൻ പോവുകയാണ്. ഇതുവരെ കാണാത്ത ചില പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പൊ ദൈവത്തിനോട് ചേർന്നിരിക്കുന്ന, ദൈവത്തോടു കൂടെ ഒരുമിച്ചിരിക്കുന്ന, ദൈവത്തോട് കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഒരു വ്യക്തി കയറി കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്, വ്യക്തിയുടെ ജീവിതത്തിൽ പഴയ കാര്യങ്ങൾ മാറാൻ പോകുക. പുതിയ കാര്യങ്ങൾ, പുതിയ സംഭവങ്ങൾ, പുതിയ വിടുതലുകൾ, പുതിയ നന്മകൾ. അത് ജീവിതത്തിന്റെ അന്തരീക്ഷം മാറും, ജീവിതത്തിന്റെ സ്ഥിതികൾ മാറും, ജീവിതത്തിന്റെ അവസ്ഥകൾ മാറും. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, സഹോദരന്റെ സഹോദരിയെ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറാൻ പോകുക, നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറാൻ പോകുക, നിന്റെ തലമുറയുടെ അവസ്ഥ മാറാൻ പോകുക, നിന്റെ ശുശ്രൂഷയുടെ അവസ്ഥ മാറാൻ പോകുക, നിന്റെ സഭയുടെ അവസ്ഥ മാറാൻ പോകുക. ദൈവം അവസ്ഥകളെ മാറ്റും. അവസ്ഥകളെ മാറ്റുന്ന
സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന അത്ഭുതകരമായ അനുഭവം. സ്തോത്രം. ആമേൻ. അവൻ താനും ദൈവവും മാത്രമായി തീരുന്ന ഒരു പ്രത്യേക സമയം. ഹല്ലേലൂയ. ദൈവവും ആമേൻ സ്തോത്രം വ്യക്തി മാത്രമാകുന്ന വേറെ എല്ലാ ബന്ധങ്ങളും വേറെ എല്ലാ കാര്യാദികളും മാറ്റിവെച്ചിട്ട് സ്തോത്രം വേറെ എല്ലാ ആമേ സ്തോത്രം അനുഭവങ്ങൾ മാറ്റിവെച്ചിട്ട് അതേ സ്തോത്രം ആരും ഇല്ലാത്ത ആരും അടുത്തില്ലാത്ത ദൈവവും താനും മാത്രമായി തീരുന്ന ഒരു പ്രത്യേക അനുഭവം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നിർത്താൻ കഴിയാത്ത വിധം വേറെ അന്തരീക്ഷത്തിലേക്ക് മാറിപ്പോകുന്ന സ്തോത്രം ബുദ്ധി അബലമായി പോകുന്ന സ്തോത്രം അറിവുകൾ അബലമായി പോകുന്ന സ്തോത്രം പ്രശ്നങ്ങളും വിഷയങ്ങളും മറന്നുപോകുന്ന ദൈവവുമായി ഹൃദയം കൊണ്ട് ഇഴുകിച്ചേരുന്ന ആത്മാവും കൂടെ ഒന്നായി മാറുന്ന ഒരു പ്രത്യേക പ്രാർത്ഥനയുടെ അനുഭവം സ്തോത്രം വ്യക്തിപരമായി വെളിപ്പെട്ടു വരുമ്പോൾ ഇന്ന് രാത്രി ഞാൻ പറയാം സ്തോത്രം കൂട്ടപ്രാർത്ഥനയിൽ നടക്കുന്നതിനേക്കാൾ സ്തോത്രം ഭവന പ്രാർത്ഥന നടക്കുന്നതിനേക്കാൾ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കകത്ത് ഏകാന്തമായ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവവും നാദം തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ പ്രത്യേക അനുഭവത്തിനകത്ത് അസാധാരണമായ അത്ഭുതങ്ങൾ വെളിപ്പെടും. അസാധാരണമായ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടും. അസാധാരണമായ ദൈവത്തെ പദ്ധതികൾ വെളിപ്പെടും. അസാധാരണമായ സ്വർഗീയ വെളിപ്പാടുകളിലേക്ക് ദൈവാത്മാവ് നയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി അത് സ്വർഗം പ്രാർത്ഥിക്കുന്നവന്റെ കൂടെ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഈ ദിവസങ്ങളിൽ അതേ സ്തോത്രം ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുവാൻ തയ്യാറാകുമ്പോൾ സ്ഥിതികൾ മാറുകയാണെന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ. ചിലരുടെ മേൽ ദൈവം ഒരു അസാധാരണമായ പ്രാർത്ഥന അനുഭവത്തെ പ്രാർത്ഥനയുടെ അഭിഷേകത്തെ ദൈവം വിടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞ് സ്തോത്രം ആവനാദിപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മധ്യത്തിൽ നിന്ന് ദൈവം ചെല്ലെ വേർതിരിച്ച് അതേ സ്തോത്രം ദൈവത്തോടുകൂടെ സംസാരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടുത്തിയെടുക്കുന്ന ദൈവത്തിന്റെ ശബ്ദമായി മാറുന്ന ദൈവത്തിന്റെ വായായി മാറുന്ന ചെല്ലെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഒരിക്കലും ഇനി കരയാത്ത, ഒരിക്കലും തളരാത്ത, ഒരിക്കലും മടുത്തു പോകാത്ത മുഖത്തിന്റെ വാട്ടം മാറുന്ന പ്രസന്നതയുള്ള മുഖത്തോടെ അത്ഭുതം പ്രാപിച്ച മുഖത്തോടെ അതേ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വരുന്ന ജയാളിയെ പോലെ ഇറങ്ങി വരുന്ന ഒരു അനുഭവത്തിലൂടെ ദൈവം ചെല്ലെ മാറ്റും. ഇന്ന് രാത്രി ആത്മാ പറയുന്നു, പ്രാർത്ഥിക്കുന്ന സഹോദരിയെ നീ ഒരു ജയാളിയായി മാറുകയാണ്. അതേ സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് കയറുമ്പോൾ അനേക പ്രശ്നങ്ങളും അനേക ഭാരങ്ങളുമായി അതേ സ്തോത്രം തളർന്നു ക്ഷീണിച്ച് ഒരു പരാജിതരെ പോലെ പോകുന്നത്. പക്ഷെ പ്രാർത്ഥന മുറിക്കകത്ത് സ്തോത്രം നിങ്ങളോട് സ്തോത്രം യുദ്ധം ചെയ്യുന്ന സ്തോത്രം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അതിനെ ഒരുക്കി വിട്ട് നിനക്ക് വിരോധമായി നിൽക്കുന്ന സകല അന്ധകാര ശക്തികളും നിന്റെ തകർച്ച കാണുവാൻ, വീഴ്ച കാണുവാൻ, പരാജയം കാണുവാൻ നോക്കി നിൽക്കുന്ന സകലതും പരാജയപ്പെട്ട് ലജ്ജിച്ചു മാറും. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് നീ എഴുന്നേറ്റ് പുറത്തു വരുമ്പോൾ അതിനകത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കും. അതിനകത്ത് അത്ഭുതങ്ങൾ നടന്നിരിക്കും. അതിനകത്ത് മറുപടികൾ വന്നിരിക്കും. ആ മറുപടിയെ കുറിച്ചുള്ള ബോധ്യതയോടെ, ആ അത്ഭുതത്തെ കുറിച്ചുള്ള വെളിപ്പാടോടെ, ആ ദൈവത്തിന്റെ ശബ്ദത്തോടെ പുറത്തു വരികയാണ്. ഒരു വ്യക്തിയിൽ നിന്ന് കേട്ട ശബ്ദമല്ല, ഒരു പ്രവാചകനിൽ നിന്ന് കേട്ട ശബ്ദമല്ല. സ്തോത്രം. ജീവനുള്ള ദൈവത്തിൽ നിന്ന്, തന്നെ വീണ്ടെടുത്ത ദൈവത്തിൽ നിന്ന്, തന്റെ ഉടമസ്ഥയിൽ നിന്ന്, തന്റെ പിതാവിൽ നിന്ന് കേൾക്കുന്ന സ്തോത്രം നിസ്തുല്യമായ ആർക്കും മാറ്റാൻ കഴിയാത്ത ആ ദൈവത്തിന്റെ ശബ്ദം ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന അത്ഭുതത്തിന്റെ ശബ്ദം. ഇന്ന് രാത്രി ആ ഒറ്റ വാക്ക് മതി ജീവിതം മാറിമറിയാനായിട്ട്. ജീവിതത്തെ മാറ്റിമറിക്കുന്ന ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ പ്രോമിസ്. അതേ പ്രാർത്ഥനാ മുറിയിൽ അതേ ഒരു വ്യക്തി ദൈവത്തോട് ചേർന്നിരുന്നിട്ട് എഴുന്നേറ്റ് പുറത്തു വരുമ്പോൾ ഒരു ദൈവത്തിന്റെ പ്രോമിസുമായി പുറത്തു വരും. അതുപോലെ ഈ തലമുറയ്ക്കകത്ത് ദൈവാത്മാ പറയുന്നു ചില ദൈവിക പ്രോമിസുമായി ദൈവത്തിനുകളെ എഴുന്നേൽപ്പിക്കുവാൻ വേണ്ടിയുണ്ട്. സ്തോത്രം. ഈ ദിവസങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. അതേ വ്യക്തിപരമായിരിക്കുമ്പോൾ പ്രോമിസ് ഉണ്ട്, കൂട്ടായ്മ ഇരിക്കുമ്പോൾ ഒരു ദൈവിക പ്രോമിസ് ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്താണ്? നമ്മൾ ദൈവത്തിന്റെ കൃപയ്ക്കകത്താണ്, നമ്മൾ ദൈവത്തിന്റെ ആ കൃപയുടെ ഉള്ളിലാണ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്, നമ്മൾ വിശുദ്ധന്മാരാണ്. സ്തോത്രം. ഇന്ന് രാത്രി അത് തിരിച്ചറിയുക. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അസാധാരണമായ ദൈവിക മഹത്വത്തിന്റെ മണ്ഡലത്തിൽ ദൈവം നമ്മളെ വിളിച്ചൊരു നിയോഗത്തിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിന് പറയാനുണ്ട്, നീ എന്റെ അടുക്കലേക്ക് വാ, എന്റെ അരികിലേക്ക് വാ. അതാ യേശു പറഞ്ഞത്, അധ്വാനിക്കൽ ഭാരം വഹിക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, എന്റെ അടുക്കൽ വരുവിൻ. പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ അധ്വാനിക്കുന്നവർ, സ്തോത്രം, പല ഭാരങ്ങളും മാറ്റുവാൻ വേണ്ടി അധ്വാനിക്കുന്നവർ, എന്നാൽ അധ്വാനിച്ചിട്ടും ഭാരം മാറാതിരിക്കുന്നവർ, അവരോട് കർത്താവ് പറയുകയാണ്, എന്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ഇന്ന് രാത്രി ആശ്വാസത്തിന്റെ ദൈവം, വിടുതലിന്റെ ദൈവം, കൃപയുടെ ദൈവം, അത്ഭുതത്തിന്റെ ദൈവം ചില വിടുതൽ നൽകി തരും. ഈ രാത്രി ഓമന എന്ന് പറയുന്ന
ആന്റിയോട് പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ ഭവനത്തിനകത്ത് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ആശ്വാസത്തിന് വിടുതൽ ഈ ദിവസങ്ങളിൽ പകരുവാൻ പോവുകയാണ്. അതിൽ കരാജകസ്യാന അനേകം നാളുകളായി ഉത്തരം കാണാത്ത ചില വിഷയങ്ങൾക്ക് മേൽ മറുപടികൾ വെളിപ്പെട്ടു വരും എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി ആലോചന കൈമാറുന്നു. ആമേൻ സ്തോത്രം. ആമേൻ സഹോദരി ഓമന ജോർജ്, ഈ രാത്രി ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ സാധാരണമായ ഒരു വിടുതൽ വെളിപ്പെടാൻ പോവുകയാണ്. സ്തോത്രം പല നിലകളിൽ, പല മേഖലകളിൽ, അതേ സ്തോത്രം പല ഭാരങ്ങളും പല പ്രയാസങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒന്ന് കർത്താവ് പറയുന്നു, നിങ്ങളുടെ മേൽ ഒരു ദൈവ പദ്ധതിയുണ്ട്, നിങ്ങളുടെ തലമുറകളിൽ ഒരു ദൈവ പദ്ധതിയുണ്ട്. സ്തോത്രം ഈ ദിവസങ്ങളിൽ അതേ നാളുകളായി വർഷങ്ങളായി അതേ സ്തോത്രം താമെ തടയപ്പെട്ട് കിടക്കുന്ന ചില വിഷയങ്ങൾക്ക് വിടുതൽ വെളിപ്പെട്ടു വരും. ദൈവാത്മാവ് ശക്തമായി ഇന്ന് രാത്രി ആത്മാവിൽ ഇടപെടുന്നു. സ്തോത്രം കർത്താവിന്റെ കരം വ്യക്തമായി ചലിക്കട്ടെ. ഒരു വലിയ ദൈവിക വിടുതൽ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വ്യാപരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇത് നിങ്ങളുടെ വിടുതലിന്റെ സമയമാണ്. ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊള്ളട്ടെ. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നു, സ്തോത്രം ഈ ഹന്ന എന്ന സഹോദരി ദൈവസന്നിധിയിലേക്ക് ചെന്ന് അവൾ വളരെ കരഞ്ഞു, പക്ഷെ ആരും ആ ശബ്ദം കേട്ടില്ല. സ്തോത്രം. അവളുടെ ഹൃദയത്തിൽ നിന്നാണ് ആ കരച്ചിൽ പുറപ്പെട്ടത്. സ്തോത്രം. അവൾ ഉണ്ടാക്കിയെടുത്ത ഒരു സങ്കടമല്ല, അവളുടെ ഉള്ളിലെ സങ്കടം മുഴുവൻ പുറത്തേക്ക് വരികയാണ്. സ്തോത്രം. പക്ഷേ പുരോഹിതൻ വിചാരിച്ചു അവൾ എന്തോ സ്തോത്രം വീഞ്ഞു കുടിച്ച മത്തയായിരിക്കാന്ന്, ലഹരി പിടിച്ചിരിക്കാന്ന്. സ്തോത്രം. ആ പുരോഹിതൻ വന്നത് ചോദിക്കുമ്പോൾ അവൾ പറയുന്നൊരു മറുപടിയുണ്ട്, അല്ലയോ യജമാനനെ, ഞാൻ വീഞ്ഞും മദ്യവും കുടിച്ചിട്ടില്ല. സ്തോത്രം. എത്രയോ എളിമയും താഴ്മയും സൗമ്യതയുമുള്ള ഒരു നല്ല വ്യക്തിത്വം. നോക്ക്, സ്തോത്രം. വെറുതെ അല്ല ഹന്ന എന്ന വ്യക്തി ഒരു അത്ഭുതമായി മാറിയത്. ഹന്ന എന്ന വ്യക്തിക്ക് ഉള്ള സ്തോത്രം ഗുണങ്ങൾ എന്ന് പറയുന്നത് ചെറുതല്ല. സ്തോത്രം. സൗമ്യത, താഴ്മ, സഹനം, ക്ഷമ, സ്തോത്രം. ദൈവത്തിന്റെ അഭിഷിക്തന്മാർക്ക് കൊടുക്കാനുള്ള ബഹുമാനം, ഇതെല്ലാം അതേ സ്തോത്രം കൊടുക്കുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, സ്തോത്രം ഒരു നല്ല സ്വഭാവ ഗുണവിശേഷം ഈ ഹന്നയിൽ നമുക്ക് കാണാം. അതേ സമയത്ത് തന്നെ അവളുടെ ഭവനത്തിൽ സ്തോത്രം ദാഷ്ട്യമുള്ള, അഹങ്കാരമുള്ള, ക്ഷമയില്ലാത്ത, സ്നേഹമില്ലാത്ത, സ്തോത്രം പ്രാർത്ഥിക്കാത്ത, ദൈവാശ്രയമില്ലാത്ത സ്തോത്രം ഒരു പെനിനയോടെ കാണാം. സ്തോത്രം. ഒരേ വീട്ടിനകത്ത് സ്തോത്രം രണ്ട് എക്സ്ട്രീം ലെവലിലുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ. ഒന്ന് സ്തോത്രം ഈ ലോകത്തിന്റെ ദാഷ്ട്യവും ലോകത്തിന്റെ അഹങ്കാരവും ലോകത്തിന്റെ സ്തോത്രം ആ ക്രൂരമായ അനുഭവങ്ങളും ഒക്കെ ഉള്ള സ്തോത്രം ഒരു പെനിനെ കാണാമെങ്കിൽ ഇപ്പുറത്ത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന സ്തോത്രം ഒരു ഗോൾഡൻ ക്യാരക്ടറുള്ള ഒരു ഹന്നയെ കാണാൻ കഴിയും. ഇന്ന് രാത്രിയിൽ അതേ സ്തോത്രം ഹന്നയുടെ സ്വഭാവ സവിശേഷതകളുള്ള സ്തോത്രം വ്യക്തികളുടെ ജീവിതത്തിൽ അസാധാരണമായി വിടുതൽ വെളിപ്പെടും, അസാധാരണമായ മറുപടി വെളിപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ. കാലങ്ങളായി കുഞ്ഞുങ്ങളില്ലെങ്കിലും ഹന്നയ്ക്ക് സ്തോത്രം ദൈവത്തോട് ഒരു പരിഭവമില്ല. ഹന്നയ്ക്ക് ദൈവത്തോട് അകൽച്ചയില്ല. ചെല്ലു പറയും, ഞാൻ പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും കാലം പ്രാർത്ഥിച്ചിട്ടും, ഇത്രയും ഉപവസിച്ചിട്ടും, ഇത്രയും ആരാധിച്ചിട്ടും ഇതുവരെ ദൈവം ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ആരാധിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ ഇനി സ്തോത്രം ദൈവത്തോട് അടുക്കത്തില്ല, സ്തോത്രം ഞാൻ ഇനി കൂട്ടായ്മക്ക് വരുത്തില്ല എന്ന് പറയുന്ന എത്രയോ പേര് നമുക്ക് കാണാം. എന്നാൽ ഹന്ന നോക്കിയേ, സ്തോത്രം ഇത്രയും എല്ലാ പ്രതിസന്ധികൾ വരുമ്പോഴും സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം അവൾ മറുപടി കാണാതിരിക്കുമ്പോൾ അവൾ അടുത്ത കാര്യം തീരുമാനിച്ചു, എന്റെ പ്രാർത്ഥനയുടെ രീതി ഞാൻ അതുകൂടെ മാറ്റാൻ പോകുകയാണ്. സ്തോത്രം ഹല്ലേലൂയ. എന്റെ പ്രാർത്ഥനയുടെ രീതികൾ ഞാൻ മാറ്റും. ഞാൻ ഒന്നുകൂടെ ദൈവത്തോട് അടുത്തിരിക്കും, ഒന്നുകൂടെ ഞാൻ ദൈവത്തെ ആശ്രയിക്കും. അതേ സ്തോത്രം. ഞാൻ ദൈവത്തെ അവിശ്വസിക്കുന്നില്ല, ദൈവത്തെ സംശയിക്കുന്നില്ല. അതേ സ്തോത്രം. ഞാൻ ദൈവത്തെ കുറ്റപ്പെടുത്തുകയില്ല. എന്റെ ദൈവം അത്ഭുതം ചെയ്യും. സ്തോത്രം. അത്ഭുതത്തിന്റെ പ്രാർത്ഥനാ തലങ്ങളിലേക്ക് കയറുവാൻ ഹന്ന തയ്യാറായെങ്കിൽ ഇന്ന് രാത്രി ചിലരെ അത്ഭുതത്തിന്റെ പ്രാർത്ഥനാ മണ്ഡലങ്ങളിലേക്ക് ദൈവം കേട്ടുവാൻ ആഗ്രഹിക്കുന്നു. സാധാരണക്കാരന് എത്തിപ്പെടാൻ കഴിയാത്ത ചില ആത്മമണ്ഡലങ്ങളിലേക്ക് ദൈവത്തെ കൊണ്ടുപോകാനുണ്ട്. സാധാരണക്കാരനെത്താൻ കഴിയാത്ത അതേ ആ തലമുറയിൽ സ്തോത്രം ഒരു സഹോദരിക്കും ഒരു സ്ത്രീക്കും എത്തിപ്പെടാൻ കഴിയാത്ത ഒരാത്മതലത്തിലേക്ക് ഒരു സ്തോത്രം ദൈവം ഹന്നയെ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധന്മാർ പറയുന്നു, ഈ കാലഘട്ടത്തിൽ അനേകർക്ക് എത്തിപ്പെടുവാൻ കഴിയാത്ത ചില ആത്മതലങ്ങളിലേക്ക് ദൈവം ഉയർത്തും. അനേകർ ഏൽപ്പിക്കാത്ത ചില ശുശ്രൂഷ മണ്ഡലങ്ങളെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ ഭാരമേൽപ്പിക്കും. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഒരു വലിയ ദൈവിക പദ്ധതിയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുവാൻ ശക്തമായി ആഗ്രഹിക്കുന്നു.
ദൈവത്തിന്റെ അസാധാരണമായ പദ്ധതികളിലേക്ക് നയിക്കുവാൻ അതേ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു അനുഭവം ഈ ദിവസങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അതേ സ്തോത്രം. ചില വ്യക്തികളെ ദൈവത്തിന് ആത്മതലങ്ങളിലേക്ക് ഉയർത്തുവാനുണ്ട്. ഇന്ന് രാത്രി മറ്റാരും ചെയ്യാത്ത, മറ്റാരിലും വെളിപ്പെടാത്ത ഒരു ദൈവപ്രവൃത്തി കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ മറ്റാരും കയറിപ്പോകാത്ത ഒരു ആത്മതലത്തിലേക്ക് നാം കയറിപ്പോകണം. സ്തോത്രം. ഹല്ലേലൂയ. കയ്പില്ലാത്ത, വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, പ്രശ്നങ്ങൾക്കകത്ത് മുങ്ങിപ്പോകാത്ത, പ്രശ്നങ്ങളെ ഉയർത്തി കാണിക്കാത്ത, ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ ഉയർത്തി കാണിക്കുന്ന, ദൈവത്തോട് ചേർന്നിരിക്കുന്ന സ്തോത്രം ഒരു വേറിട്ട വ്യക്തിത്വമായി ഈ ദിവസങ്ങളിൽ മാറുമെങ്കിൽ ഒരു അസാധാരണ ആത്മതലങ്ങളിലേക്ക് ദൈവാത്മാവ് കൊണ്ടുപോകും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് അസാധാരണമായി ചില ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. സഹോദരി ബ്ലസ്സിയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, സ്തോത്രം, നിന്റെ മേൽ ഒരു വലിയ ദൈവിക തെരഞ്ഞെടുപ്പും വിളിയും കിടപ്പുണ്ട്. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, അനേകരെ ദൈവത്തിന് വേണ്ടി ഉണർത്തിയെടുക്കുവാനുള്ള ഒരു ദൈവ നിയോഗത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഞാൻ നിന്നെ കൊണ്ടുവരും. ഈ നാളുകൾ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, പ്രാർത്ഥനയുടെ പുതിയ അന്തരീക്ഷങ്ങളിലേക്ക് നീ കയറുവാൻ തയ്യാറാകുന്നു എങ്കിൽ വചനത്തിന്റെ വെളിപ്പാടും ആത്മാവിന്റെ നിയോഗങ്ങളും ആലോചനകളും പകർന്നു തന്ന് ദൈവാത്മാവ് പറയുന്നു, തകർന്നിരി കിടക്കുന്നവരെ, മുറിവേറ്റ് കിടക്കുന്നവരെ, സ്തോത്രം, മുറിവുകൾ കെട്ടി തകർന്നു കിടക്കുന്നവരെ പണിതെടുത്ത് സ്തോത്രം ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി മാറ്റത്തക്ക വിധം ഒരു ദൈവിക മഹത്വത്തിന്റെ ശുശ്രൂഷ ഞാൻ നിന്റെ പക്കൽ ഫലമേൽപ്പിക്കും. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, അനേകരുടെ ഉള്ളിലുള്ള മുറിവുകളെ ഉണക്കി അവരുടെ ഭാരങ്ങളെ പരിഹരിച്ച് സ്തോത്രം അവരുടെ തളർച്ചയിൽ നിന്നും അവരുടെ ക്ഷീണത്തിൽ നിന്നും അവരെ ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി കൊണ്ടുവരുന്ന സ്തോത്രം ഒരു നിലവാരത്തിലേക്ക് ഞാൻ നിന്നെ മാറ്റും. അനേക ദേശങ്ങളിലേക്ക് ഞാൻ നിന്നെ അയക്കും. ആത്മാക്കളെ നേടുന്ന ഒരു വലിയ പദ്ധതി സൗകര്യം നിന്റെ മേൽ കിടപ്പുണ്ട്. ആളിൽ മാറിയതുപോലെ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിന്നെ മാറ്റിയെടുക്കുന്ന ഒരു സമയം നിന്റെ മുമ്പിൽ വെളിപ്പെട്ടു വരും. അത് മാത്രമല്ല, ചില പാട്ടുകൾ സ്തോത്രം ഞാൻ നിന്റെ അകത്ത് നൽകി തരും. നീ ചില പാട്ടുകൾ ആത്മാവിൽ എഴുതി ആത്മാവിൽ പാടുകയും അതൽക്കരാധികസി അത് അനേകർക്ക് അത് സന്തോഷവും വിടുതലും ആശ്വാസവുമായി തീരുന്നത് പോലെ ആശ്വാസത്തിന്റെ വിടുതലിന്റെ ചില അനുഭവങ്ങളെ, അതേ ചില വാക്കുകളെ, ചില വരികളെ ഞാൻ നിന്റെ പക്കൽ നൽകി തരുമെന്നും ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ വ്യക്തമായ ആലോചന പറയുന്നു. ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊള്ളട്ടെ. ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, ഒരു വലിയ ഉദ്ദേശമുണ്ട്. ഈ രാത്രി ദൈവകരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് ശക്തിയോടെ ദിവസങ്ങൾ ദിവസന്ധി പ്രാർത്ഥിക്കട്ടെ. ഒരു വലിയ ദൈവ പ്രവൃത്തി മുമ്പിൽ ഉണ്ട് എന്ന് പരിശുദ്ധാത്മ പറയുന്നു. ഇവിടെ നോക്കണമേ, ആ പ്രയാസത്തിന്റെ അകത്ത്, ആ വേദനയുള്ള സാഹചര്യത്തിനകത്ത് സ്തോത്രം, ഹല്ലേലൂയ, വേദനയെ വകവെക്കാതെ, പ്രയാസത്തെ വകവെക്കാതെ, പ്രതിസന്ധിയെ വകവെക്കാതെ സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തോട് ഒന്നുകൂടെ അടുത്തിരിക്കുവാൻ വേണ്ടി കടന്നു. സ്തോത്രം, ഹല്ലേലൂയ, എന്റെ അകത്തുള്ളതെല്ലാം ഞാൻ ദൈവത്തിലേക്ക് പകരും. അതാണ് സ്തോത്രം ദൈവദാസനോട് പറയുന്നത്. അല്ലയോ യജമാനനെ, ഞാൻ വളരെ മനോവ്യസനമുള്ള സ്ത്രീ, ഞാൻ എൻ്റെ ഹൃദയം യഹോവയിൽ പകരുകയായിരുന്നു. ഞാൻ വളരെ മനോവ്യസനമുള്ള സ്ത്രീയാണ്. സ്തോത്രം, യജമാനെ, ഞാൻ വീഞ്ഞു കുടിച്ചിട്ടല്ല, ഞാൻ മദ്യം കുടിച്ചിട്ടല്ല. എൻ്റെ ഹൃദയത്തിലെ സങ്കടവും എൻ്റെ ഹൃദയത്തിലെ ദുഃഖവും ഞാൻ അനുഭവിച്ച മനോവേദനയും അതേ സ്തോത്രം ആരോടും പറയാൻ കഴിയാതെ, ആരോടും പങ്കുവെക്കാൻ കഴിയാതെ ഹൃദയത്തിൽ ഞാൻ അടക്കി വെച്ച അനേക കാലങ്ങളായി, അനേക വർഷങ്ങളായി ഞാൻ അനുഭവിക്കുന്ന മനോവേദനകളെ സ്തോത്രം ആ മനോവേദകളുമായി ഞാൻ യഹോവയുടെ അടുക്കൽ വന്നു. ഞാൻ എൻ്റെ ഹൃദയത്തെ പകരുകയായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ, എൻ്റെ ഹൃദയത്തെ ഞാൻ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് പകരുകയായിരുന്നു. അത് ഒരു പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് പകരുന്നത് പോലെ പകരുക എന്ന് പറഞ്ഞാൽ ഒന്നിലുള്ളതിനെ മറ്റൊന്നിലേക്ക് കൈമാറുക. സ്തോത്രം, ഈ പാത്രം സ്തോത്രം ശൂന്യമാക്കി ക്ലീനാക്കി എടുക്കുക. സ്തോത്രം, ഹന്ന എന്താ ചെയ്തത്? തന്റെ ഹൃദയത്തെ ക്ലീനാക്കുന്നു. തന്റെ ഹൃദയത്തെ ക്ലീനാക്കുവാൻ, ഹൃദയത്തെ പകരുവാൻ തയ്യാറായി. സ്തോത്രം, ഹന്നയുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് സാധാരണ ഒരു പ്രാർത്ഥനയല്ല. ഹൃദയത്തെ പകർന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ ഒരത്ഭുതമായ വഴിത്തിരിവ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദരിയെ, സഹോദരനെ, ദൈവവാസിയെ, നിങ്ങൾ ഒരു വലിയ വഴിത്തിരിവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, അസാധാരണമാകുന്ന ആ തലത്തിലേക്കൊന്ന് കയറിയിരിക്കുക. മണിക്കൂറുകൾ കടന്നു പോകുന്ന അറിയാത്ത ഒരു പ്രാർത്ഥനാ തലത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം ഹന്നയെ നയിച്ചു എങ്കിൽ, അതെ, ഹന്ന എല്ലാം മറന്ന് അനേക സമയങ്ങൾ തന്റെ ഹൃദയം ദൈവത്തോട് പകർന്നു. സ്തോത്രം, ഹൃദയം ദൈവത്തോട് പകർന്നതുകൊണ്ടാണ്, ഹൃദയത്തിലുള്ള ദൈവത്തിൽ ഇറക്കി വെച്ചുകൊണ്ടാണ് സ്തോത്രം ഏലി ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് വളരെ ശാന്തമായി മറുപടി കഴിഞ്ഞതിന്റെ കാരണം എന്താണ്? എല്ലാ ഭാരവും ഇറക്കി വെച്ചു. ഇപ്പോൾ താൻ ഫ്രീ ആണ്, തന്റെ മനസ്സ് ഫ്രീ ആണ്.
സ്തോത്രം, ഹല്ലേലൂയ. ഒരു ദുഃഖവുമില്ല, ഒരു 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 സങ്കടവുമില്ല, ഒരു വേദനയുമില്ല. ഇപ്പോൾ മനസ്സ് പ്രിയ ഒരത്ഭുതത്തെ കൊതിക്കുന്ന, ഒരത്ഭുതത്തെ സ്വപ്നം കാണുന്ന, ഒരത്ഭുതത്തെ ഹൃദയത്തിൽ ആമെ വഹിക്കുന്ന, ദൈവത്തിങ്കിൽ നിന്ന് ഹൃദയത്തിൽ ഉറപ്പ് പ്രാപിച്ച ആമേ സ്തോത്രം, ഒരു സന്തോഷവതിയായ ഒരു ഹന്നായി അവിടെ കാണുവാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. അവിടുന്ന് താൻ പുറപ്പെടുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയാവോ? പിന്നെ അവരുടെ മുഖം പാടിയതേയില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആമേ. 2 ദിവസം തെളിഞ്ഞിരിക്കും, 2 ദിവസം കഴിയുമ്പോൾ മുഖം പാടും, വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ മുഖം തെളിയും. അങ്ങനെയുള്ള ഒരു അനുഭവമല്ല. നിലനിൽക്കുന്ന തെളിച്ചം, നിലനിൽക്കുന്ന പ്രസന്നത, നിലനിൽക്കുന്ന സമാധാനം, നിലനിൽക്കുന്ന സന്തോഷം, നിലനിൽക്കുന്ന ഉറപ്പ്. എന്തെല്ലാം വന്നാലും ശരി, എന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം സംഭവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ആമേ. തന്റെ അകത്ത് തനിക്കൊരു ഉറപ്പ് കിട്ടിക്കഴിഞ്ഞു. ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ഇനി ഞാൻ മച്ചിയല്ല. സ്തോത്രം, ഹല്ലേലൂയ. ദൈവം എന്റെ അകത്തൊരു കുഞ്ഞിനെ തന്നു കഴിഞ്ഞു. എന്റെ അകത്തൊരു അത്ഭുതം വെളിപ്പെട്ട് കഴിഞ്ഞു. ആ ഒരു ബോധ്യത്തോടെയാണ് ഹന്ന ആ ആലയം വിട്ട് മടങ്ങുന്നത്. ഇന്ന് രാത്രി പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളുടെ അകത്ത് എന്റെ ആ പ്രശ്നത്തിന് പരിഹാരം വന്നു കഴിഞ്ഞു, എന്റെ ആ വിഷയത്തിന് മേൽ വിടുതൽ വന്നു കഴിഞ്ഞു, അത്ഭുതം സംഭവിച്ചു കഴിഞ്ഞു. ഞാനത് കാണും. ദിവസങ്ങൾക്കുള്ളിൽ ഞാനത് കാണും. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. അത് ഹൃദയത്തിന്റെ അകത്ത്, ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കായി മാറുകയാണ്. ഞാനത് കാണും. അത് എന്റെ ദൈവം അത് ചെയ്യും. എന്റെ ജീവിതത്തിൽ അത് വെളിപ്പെടും. സ്തോത്രം. സാഹചര്യങ്ങൾ എങ്ങനെയും മാറട്ടെ, കാലങ്ങൾ എങ്ങനെയും മാറട്ടെ, സ്തോത്രം, എന്തെല്ലാം കാര്യങ്ങൾ സംഭവിക്കട്ടെ, എന്തെല്ലാം വന്നാലും അത്ഭുതം കാണും. സ്തോത്രം. ഇന്ന് ആമേ പകലിൽ, ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ വിളിച്ചു പറയണം, ഇന്ത്യ രാജ്യത്തിൽ ഒരത്ഭുതം കാണും. സ്തോത്രം. സാഹചര്യം മാറട്ടെ, ഏത് പാർട്ടി ഭരിക്കട്ടെ, ആര് ഭരണം നടത്തട്ടെ, ഏത് സംഘടനകൾ എഴുന്നേൽക്കട്ടെ, എന്തെല്ലാം നിയമങ്ങൾ വരട്ടെ, എന്തെല്ലാം വന്നാലും അതിനപ്പുറത്ത് ഞങ്ങൾ അത്ഭുതം കാണും. യേശുവിന്റെ മഹത്വം വെളിപ്പെടും, ഉണർവ് വെളിപ്പെടും, ആത്മാക്കൾ വിടുവിക്കപ്പെടും. ആമേൻ. അത്ഭുതങ്ങൾ സംഭവിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവപ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ശക്തിയോടൊന്ന് പ്രാർത്ഥിച്ച്, ദൈവത്തിന്റെ മഹത്വമേറിയ കരം, ദൈവത്തിന്റെ അത്ഭുതകരമായ കരം, ശക്തിയേറിയ കരം അത് വെളിപ്പെട്ടു വരിക തന്നെ ചെയ്യും. ഈ ദിവസങ്ങൾ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഇത് ദൈവപ്രവർത്തന സമയമാണ്. ഇതൊരു വഴിത്തിരിവിന്റെ സമയമാണ്. കർത്താവിന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തെ മാറ്റും. അതേ സ്തോത്രം. കർത്താവിന് ഒരു ഉറപ്പ് പറയുന്നു, നീതിമാൻ കുലുങ്ങിപ്പോകത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ആമേ. കർത്താവ് നമ്മളെ നടത്തും, കർത്താവ് നമ്മളെ പുലർത്തും. ആമേ. സ്തോത്രം. ദൈവത്തിന്റെ ഉറപ്പ് കണ്ടോ? ആമേ. സ്തോത്രം. ദൈവം നമ്മെ പുലർത്തും, ദൈവം നമ്മെ കരുതും. ഇന്ന് രാത്രി വിശ്വസിക്കുക. അസാധാരണമായി ചിലത് ഈ രാജ്യത്ത് നടക്കാൻ പോവുകയാണ്. ദൈവിക പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ദൈവിക ഉണർവുകൾ സംഭവിക്കാൻ പോവുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവർ പ്രതീക്ഷ നഷ്ടപ്പെടുത്തരുത്. ആമേൻ. സ്തോത്രം. നമ്മുടെ ആരാധന കുറയരുത്, നമ്മുടെ ആത്മശക്തി കുറയരുത്, നമ്മുടെ ദൈവകൃപ കുറയരുത്. ലോകം എന്തും പറയട്ടെ, ലോകം എന്തും ചെയ്യട്ടെ. സ്തോത്രം. അതൊന്നും അല്ല നമ്മുടെ വിഷയം. ആരെന്തു പറയുന്നു നമ്മുടെ വിഷയമല്ല. നമ്മളെ കുറ്റപ്പെടുത്തുന്നോ, പരിഹസിക്കുന്നോ, നിന്ദിക്കുന്നോ, ആമേൻ, സ്തോത്രം, നമ്മളെ ശപിക്കുന്നോ, ഇതൊന്നും അല്ല വിഷയം. നമ്മുടെ ദൈവം എന്തു പറഞ്ഞു? ഒരത്ഭുതം നടക്കാൻ പോകുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതങ്ങളുമായി ചിലത് എഴുന്നേറ്റ് വരും. അതേ സ്തോത്രം. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ, അതേ സ്തോത്രം, ഹന്നായിൽ നിന്ന് ആമേൻ ഒരു തലമുറ പുറത്തു വന്നു. സ്തോത്രം. അവന്റെ പേരാണ് ശമൂവേല്. ആമേൻ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ആ പ്രാർത്ഥനയുടെ മറുപടി വെളിപ്പെട്ടു വന്നത് അത് ഇസ്രായേലിന്റെ മുഴുവൻ ആമേൻ സ്തോത്രം വിടുതലായി മാറി, ഇസ്രായേലിന്റെ സന്തോഷമായി മാറി, ഇസ്രായേലിന്റെ ആനന്ദമായി മാറി. ഹല്ലേലൂയ. താൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി, ദൈവത്തിന്റെ വിശ്വസ്ത പുരോഹിതനായി, അതേ സ്തോത്രം, ശമൂവേൽ മാറിയെങ്കിൽ ദൈവത്തോട് വിശ്വസ്തരായിരിക്കുന്ന ചിലത് നമ്മളിൽ വെളിപ്പെടും. ഈ പ്രാർത്ഥനകൾ ചില ആത്മീയ സന്തതികളെ ജനിപ്പിക്കും. ഈ പ്രാർത്ഥനകൾ സ്തോത്രം, ദൈവത്തോട് വിശ്വസ്ത പുലർത്തുന്ന, ദൈവത്തെ ആശ്രയിക്കുന്ന, സ്തോത്രം, സുവിശേഷ പണത്തിന് വിൽക്കാത്ത, സുവിശേഷത്തെ സ്ഥാനത്തിന് വേണ്ടി സ്തോത്രം ഉപയോഗിക്കാത്ത, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത, സ്തോത്രം, ഹല്ലേലൂയ, ദൈവത്തെ അതേ സ്തോത്രം പൂർണ്ണ ഉയർത്തുവാൻ സമർപ്പണമുള്ള, ദൈവരാജ്ഞിയോട് ഏൽപ്പിക്കപ്പെട്ട വിധേയത്വമുള്ള ചില ആത്മീക സന്തതികൾ ഈ ദിവസങ്ങൾ എഴുന്നേറ്റ് വരും. നിങ്ങളുടെ സഭകൾക്ക് എഴുന്നേറ്റ് വരും. വിശ്വസിച്ച് കർത്താവിന് സ്തോത്രം ചെയ്തോ. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അതേ ദൈവത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ചില വിശ്വസ്തന്മാർ എഴുന്നേക്കും. സ്തോത്രം. അവരെ പരാജയപ്പെടുത്താനോ, അവരെ ഭയപ്പെടുത്താനോ,
തളർത്താനോ അവരെ ക്ഷീണിപ്പിക്കാനോ ഒന്നിനും കഴിയത്തില്ല. നിയമങ്ങൾക്ക് കഴിയത്തില്ല, വാളിന് കഴിയത്തില്ല, തോക്കിന് കഴിയത്തില്ല, ഒരു ശക്തികൾക്ക് കഴിയത്തില്ല, ഒരു പ്രലോഭനങ്ങൾക്ക് അവർ വീഴത്തില്ല, ഈ ലോകത്തിന്റെ ഒരു ആഡംബരങ്ങൾക്ക് അവർ വീഴത്തില്ല, ഈ ലോകത്തിന്റെ വശീകരണങ്ങളിൽ വീഴാത്ത അങ്ങനെ ഒരു പുതിയ തലമുറ ഈ ദിവസത്തിൽ എഴുന്നേൽക്കാൻ പോകുന്ന കാലമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ദൈവപ്രവൃത്തി ആഴമായി വെളിപ്പെട്ടു വരും. ആഴമായൊരു ദൈവിക മഹത്വം പരിശുദ്ധാത്മാ പറയുന്നു വെളിപ്പെട്ടു വരാൻ പോവുകയാണ്. ഈ ദിനങ്ങൾ ദൈവപ്രവൃത്തി ദിനങ്ങളാണ്. കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ചെറിയാൻ എന്ന് പറയുന്ന ആമേ സ്തോത്രം പ്രിയ ദൈവദാസനോട് കർത്താവിന്റെ ആത്മാവ് പറയുന്നു, സ്തോത്രം, നിങ്ങളുടെ മേൽ ഒരു വലിയ ദൗത്യം കിടപ്പുണ്ട്, ഒരു വലിയ നിയോഗം കിടപ്പുണ്ട്. ആമേ സ്തോത്രം. ഈ കാലങ്ങളിൽ ഒരു നേതൃതലങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. സ്തോത്രം. പലരെയും കൂട്ടിച്ചേർക്കുവാനും പലതും കൂട്ടിയിണക്കുവാനും ആമേ കർത്താവ് പറയുന്നു ഞാൻ ഉപയോഗിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേ സുവിശേഷ ദർശനമുള്ള ഒരു ടീമിനെ ദൈവം ആമേ പുറത്തു കൊണ്ടുവരും എന്ന് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു. ആമേൻ. ആരും ചെല്ലാത്ത, ആരും പോകാത്ത ഇടങ്ങളിലേക്ക്, സ്തോത്രം, ആമേൻ, ഗ്രാമങ്ങളിലേക്ക്, ഉള്ളറകളിലേക്ക് ഒക്കെ ഇറങ്ങിച്ചെല്ലുന്ന, സ്തോത്രം, യേശുവിന്റെ സ്നേഹത്തെ പ്രദർശനമാക്കി മാറ്റുന്ന, സ്തോത്രം, ആമേൻ, ദൈവിക കരുതലുകളെ ജനത്തിലെത്തിക്കുന്ന, സ്തോത്രം, ആമേൻ, ഒരു കൂട്ടത്തെ ദൈവത്തിന് വേണ്ടി ആമേൻ ഒരുക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ആത്മീക പ്രവർത്തനത്തിന്റെ ആമേൻ മേൽത്തട്ടി നിൽക്കുവാൻ തക്ക വിധം സ്വർഗം പറയുന്നു ഞാൻ നിങ്ങളെ ആമേൻ ഒരുക്കിയെടുക്കും. നിങ്ങളുടെ മുമ്പിൽ വലിയ പദ്ധതികളും വലിയ ദൈവിക വാഗ്ദത്തങ്ങളും ദൈവം ഇട്ടിട്ടുണ്ട്. അത് ഈ കാലങ്ങൾ വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ ബലമുള്ള കരങ്ങൾ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവിന് വലിയ പദ്ധതികളുണ്ട്. ആമേൻ സ്തോത്രം. ഇവിടെ നോക്കുക, സ്തോത്രം, ഈ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുമ്പോൾ ആ സഹോദരി അവിടെ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോ, സ്തോത്രം, പുരോഹിതൻ അവളോട് പറയുന്ന വാക്കുണ്ട്, നിന്റെ വിശ്വാസം പോലെ യഹോവ നിനക്ക് നൽകുമാറാകട്ടെ, നിന്റെ പ്രാർത്ഥന നിനക്ക് നൽകി തരുമാറാകട്ടെ. അതേ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ അവളെ കണ്ടപ്പോൾ, അവളുടെ വാക്ക് കേട്ടപ്പോൾ ആമേൻ പുരോഹിതന് മനസ്സിലായി ഇവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, ദൈവം മറുപടി കൊടുക്കും. അതേ സ്തോത്രം. ഒരു ദൈവവേദനെ കാണുമ്പോൾ അറിയാം ഇവൻ അത്ഭുതം പ്രാപിക്കുമോ ഇല്ലയോ, സ്തോത്രം, ഇവൻ ദൈവപ്രവൃത്തി പ്രാപിക്കുമോ ഇല്ലയോ. സ്തോത്രം. ആമേൻ. പുറമെ കാണുന്നതിനേക്കാൾ അക്കമയുള്ള ഒരു ദൈവ സാന്നിധ്യം. ആമേ ശാന്തമായ അന്തരീക്ഷത്തിൽ ഹൃദയം പകർന്ന്, ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തോട് സംസാരിച്ച്, ആമേ ദൈവവുമായി ഒരു അഭേദ്യമായ ഒരു ബന്ധത്തിൽ, ഒരു ഉടമ്പടിയിൽ ദൈവബന്ധയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്നവരെ ദൈവ അസാധാരണ തലങ്ങളിലേക്ക് മാറ്റും. നമുക്കറിയാം മോശെ എന്ന് പറയുന്ന ആത്മീക നേതാവിനെ, സ്തോത്രം, തന്റെ ജീവിതത്തിനകത്തെ ഏറ്റവും പരിശോധനാ ഘട്ടത്തിലൂടെ, ഏറ്റവും പരീക്ഷണ കാലഘട്ടത്തിലൂടെ താൻ കടന്നുപോയപ്പോൾ, അതേ സ്തോത്രം, പിറുപിറുക്കുന്ന ജനം, മത്സരിക്കുന്ന ജനം, സ്തോത്രം, ഹല്ലേലൂയ, ദൈവം ചെയ്തു കൊടുത്ത സകല നന്മകളും വിടുതലുകൾ അനുഗ്രഹങ്ങളും മറന്നു കളഞ്ഞ ഒരു കൂട്ടം ജനം സീനായി മരുഭൂമിയിൽ, സ്തോത്രം, ഹല്ലേലൂയ, ആമേ സ്തോത്രം, പിറുപിറുക്കുന്ന ജനത്തിന്റെ പിറുപിറുപ്പ് കണ്ട്, സ്തോത്രം, അവരുടെ ആമേ മനോഭാവം കണ്ട്, അവരുടെ വാക്കുകൾ കേട്ട് മടുത്തുപോയ ആ മനുഷ്യൻ പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവേ, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ എന്നെ അയക്കരുതേ. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ സാന്നിധ്യം ഇല്ലാതെ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ തനിക്ക് വഹിക്കാൻ കഴിയത്തില്ല. ആമേ സ്തോത്രം. അങ്ങനെ സ്തോത്രം, ദൈവസന്നിധിയിൽ ആമേ ഹൃദയം പകർന്നു കൊടുക്കുന്ന ആ മോശയെ കാണാം. സ്തോത്രം, മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം കൊടുത്താൽ കടന്നു പോകുമ്പോൾ സ്വർഗം ഒരു കാര്യം പറയുന്നുണ്ട്, മോശേ, നീ പർവ്വതത്തിലേക്ക് കയറുക, താഴത്തെ പ്രശ്നം അവിടെ വിട്ടേക്ക്, നീ പർവ്വതത്തിലേക്ക് കയറുക. ഇന്ന് രാത്രി ആത്മാവിന് പറയാനുണ്ട്, സ്തോത്രം, പ്രശ്നങ്ങൾ വിട്ടിട്ട് ദൈവത്തിലേക്ക് കയറുന്ന ആ ഒരു അനുഭവം, അതേ സ്തോത്രം, ആമേ ഭാരമുള്ള, ആമേ ഹൃദയം തകർന്ന, സ്തോത്രം, എന്തെല്ലാം ചെയ്തിട്ടും നന്ദിയില്ലാത്തൊരു കൂട്ടം ജനത്തിന്റെ മധ്യേ ഹൃദയം തകർന്നു കിടക്കുന്ന ആ മനുഷ്യനെ ദൈവം വിളിച്ച് ആ പർവ്വതത്തിലേക്ക് കയറ്റി. സ്തോത്രം, ദൈവത്തോടു കൂടെ ആമേ 40 ദിവസങ്ങൾ ആ മനുഷ്യനെ ദൈവം ഇരുത്തി. സ്തോത്രം, ദൈവത്തോടെ ഇരുന്ന ആ സമയം ആ മനുഷ്യന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുവാനിടയായി. ദൈവത്തിന്റെ പുതിയ പദ്ധതികൾ ദൈവം ആ മനുഷ്യനെ ഏൽപ്പിക്കുവാനിടയായി. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, ചില ദൈവത്തിന്റെ പുതിയ പദ്ധതികൾ ദൈവത്തിന് ചില ഏൽപ്പിക്കുവാനായിട്ടുണ്ട്. അതേ സ്തോത്രം, ഹല്ലേലൂയ. അത് താഴെ നിന്നാൽ പറ്റത്തില്ലെന്നേ, അത് ജനത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പറ്റത്തില്ലെന്നേ. അത് കേൾക്കണമെങ്കിൽ, അതറിയണമെങ്കിൽ, സ്തോത്രം, കാലത്തെ തിരിച്ചറിഞ്ഞ്, സമയത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ഈ ദിവസങ്ങൾ ചെല്ലി തയ്യാറാകണം. ആമേ സ്തോത്രം. ജോലിയാണോ, ലീവ് എടുത്തിട്ട് മാറിയിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ആമേ ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുക. ദൈവത്തിന്റെ വലിയ പദ്ധതി വെളിപ്പെട്ടു വരും ഇന്ന് രാത്രി. സ്തോത്രം, ആമേൻ. ഡോക്ടർ റീന ഫിലിപ്പിനോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മേൽ ഒരു വലിയ ദൈവിക നിയോഗം കിടപ്പുണ്ട്. സ്തോത്രം, നിന്റെ മേൽ വലിയൊരു വാഗ്ദത്തം കിടപ്പുണ്ട്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. ആമേ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, സ്തോത്രം, ആമേ വചനത്തിന്റെ അസാധാരണമായ വെളിപ്പാടുകളെ ദൈവം പകർന്നു തന്ന,
സ്തോത്രം. ഒരു അധ്യാപകൻ എങ്ങനെ വചനം ഒരു കുട്ടികളെ പഠിപ്പിച്ചെടുക്കുമോ അതുപോലെ വചനം പഠിപ്പിച്ച് അത് ഹൃദയത്തിനകത്താക്കി കൊടുക്കുന്നത് പോലെ അത് ഹൃദയത്തിനകത്തേക്ക് ക്രിസ്തുവിനെ വരച്ചിടുന്ന അതിൽ കരാതകസി വചനത്താൽ ക്രിസ്തുവിനെ ഹൃദയങ്ങളിൽ വരച്ചിടുന്ന ഒരനുഭവം പോലെ കർത്താവ് പറയുന്നു എനിക്ക് ഉപയോഗിക്കാനായിട്ടുണ്ട്. സ്തോത്രം. ഒരു ദൈവിക പദ്ധതികളെ ദൈവത്തിന് ഏൽപ്പിക്കുവാനായിട്ടുണ്ട്. ഒരു വലിയ സ്തോത്രം മിഷന്റെ സ്തോത്രം മുൻനിരയിൽ നിൽക്കുവാൻ ഒരു വലിയ മിഷൻ കർത്താവ് പറയുന്നു. ഒരു ചർച്ചു അല്ല, ഒരു വലിയ മിഷൻ. അനേക സ്തോത്രം അനേക ചർച്ചുകളെ സ്ഥാപിക്കുവാൻ, അനേക സ്തോത്രം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്ക നിലയിൽ ഒരു വലിയ മിഷന്റെ സ്തോത്രം മുൻനിരയിൽ നിൽക്കത്തക്ക നിലയിൽ ദൈവത്തിന്റെ ആത്മാവിനെ ഉപയോഗിക്കാനായിട്ടുണ്ട്. ദൈവത്തിന്റെ അടുത്ത പദ്ധതികൾ, അടുത്ത പ്ലാനുകൾ പരിശുദ്ധാത്മാവിനെ പറയുവാനായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തോ. ഇതൊരു ദൈവിക വിടുതലിന്റെ സമയമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവകരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആര് അവിടുത്തോട് അടുത്തിയിലുമോ അവരോട് കർത്താവ് അടുത്തു വരും. നമ്മൾ നോക്കിക്കേ. സ്തോത്രം. ആദ്യം മോശ അവൻ ഇറങ്ങി വരുമ്പോൾ വിഗ്രഹത്തുണ്ടാക്കി ആരാധിക്കുന്നവരെ കണ്ട് മോശ കൽപ്പന എറിഞ്ഞുടച്ചു. എന്നാൽ വീണ്ടും ദൈവം അവനെ വിളിച്ച് പർവ്വതത്തിൽ കയറ്റി. അവിടെ നിന്ന് അവൻ ഇറങ്ങി വരുമ്പോൾ തിരുവെടുത്ത് പറയുന്നു അവന്റെ ത്വക്ക് പ്രകാശിച്ചതുകൊണ്ട് ജനം അവനെ നോക്കാൻ ഭയപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയത്തിലെ ഭാരങ്ങളും ഹൃദയത്തിലെ വിഷമങ്ങളും ദൈവത്തോട് പകർന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവന്റെ അകത്തേക്ക് തന്റെ തേജസ്സിനെ പകർന്നു. ഇന്ന് രാത്രി നമ്മുടെ അകത്ത് ദൈവത്തിന് തന്റെ തേജസ്സിനെ പകരാനുണ്ട്. നമ്മുടെ മൺപാത്രത്തിൽ അത്യന്ത ശക്തി എന്ന അവിടുത്തെ നിക്ഷേപം ദൈവത്തിന് പകരാനുണ്ട്. നാം ദൈവത്തിന് ഹിതമല്ലാത്തതല്ല നമ്മൾ ഉള്ളിൽ നിന്ന് നമ്മൾ സ്തോത്രം പുറത്തേക്ക് കളയുമ്പോൾ ദൈവം നമ്മുടെ അകത്തേക്ക് പകരം തന്റെ അസാധാരണമായ തേജസ്സിനെ, തന്റെ അസാധാരണമായ വെളിപ്പാടുകളെ, അസാധാരണമായ പദ്ധതികളെ, അസാധാരണമായ ദർശനങ്ങളെ ദൈവം നമ്മുടെ അകത്തേക്ക് പകർന്നു തരും. അതിൽ കരാജകസ്യാന സ്തോത്രം അതുവരെ ഇല്ലാത്തത് അവിടെ ഉളവാക്കുകയാണ്. നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നിന്നിറങ്ങിയ മോശ താഴെ ഇറങ്ങിയപ്പോൾ മോശയുടെ മേൽ മാത്രമല്ല അവിടെ ദൈവം കൊടുത്ത ആ മാതൃകയിൽ ആലയം പണിയാനുള്ള, സമാഗമ കൂടാരം പണിയാനുള്ള കൃപ അവിടെ ഉണ്ടായിരുന്ന നേരത്തെ മത്സരികളായിരുന്ന ജനത്തിന്റെ അവസ്ഥ മാറി, അവരുടെ സ്ഥിതി മാറി. അതേ വാക്കുകൊണ്ട് നന്നാക്കാൻ പറ്റാത്തതിനെ പ്രാർത്ഥന കൊണ്ട് നന്നാക്കാൻ പറ്റും. അതേ ഉഴപ്പന്മാരെ ഉത്സാഹികളാക്കി മാറ്റാൻ പറ്റും. ഈ ദിവസങ്ങളിൽ ആത്മതലങ്ങളിൽ കയറിക്കോ. ചില ദൈവപ്രവൃത്തി ഉണ്ടെന്ന് പരിശുദ്ധാത്മാ പറയുന്നു. സ്തോത്രം. അതുകൊണ്ട് ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തേ. പിന്നെ സിസ്റ്ററെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു. ശ്രീനാജയ് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു. ഈ ദിവസങ്ങളിൽ അതേ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു. വലിയ വലിയ പദ്ധതികൾ ചെയ്യുവാൻ ആവശ്യമായ വഴികൾ, വാതിലുകൾ ദൈവം തുറക്കും. അനേക പട്ടണങ്ങളിലും അനേക ദേശങ്ങളിലും സ്തോത്രം ചില പ്രത്യേക മീറ്റിങ്ങുകൾ ദൈവം നിങ്ങളിൽ കൂടെ ചെയ്തെടുക്കും. ചില ലേഡീസ് കോൺഫറൻസുകൾ പരിശുദ്ധാത്മാവ് പറയുന്നു വെളിപ്പെട്ടു വരും. അത് ഇന്ത്യയുടെ പല ഭാഗത്തും അത് സംഭവിക്കും. പ്രാർത്ഥിക്കുന്ന, ദൈവകൃപയിൽ ജ്വലിക്കുന്ന, അഭിഷേകത്തിൽ നിലനിൽക്കുന്ന ഒരു കൂട്ടം അഭിഷിക്തരെ വാർത്തെടുക്കുന്ന ഒരു ദൈവിക പദ്ധതിയിലേക്ക് പരിശുദ്ധാത്മാവ് ഇതിനെ മാറ്റുവാൻ പോകുകയാണ്. ഇതിന്റെ രൂപഘടനകൾ മാറുന്നത് പോലെ, ഇതിന്റെ അനുഭവങ്ങൾ മാറുന്നത് പോലെ ഒരു ഭയങ്കര മാറ്റത്തിലേക്ക് ഈ ദിവസങ്ങൾ ഇത് മാറും. സ്തോത്രം. കർത്താവ് പറയുന്നു നിങ്ങൾ എടുക്കുന്ന എഫർട്ട്, നിങ്ങൾ എടുക്കുന്ന സ്തോത്രം വലിയ റെസ്പോൺസിബിലിറ്റീസിനെ ദൈവം കാണാതിരിക്കുന്നില്ല. സ്തോത്രം. അനേകരെ ആശ്വസിപ്പിക്കുക മാത്രമല്ല, ബലപ്പെടുത്തുക മാത്രമല്ല, അനേകരെ പോരാളികളാക്കി മാറ്റുന്ന, അനേകരെ ക്രിസ്തുവിന്റെ സൈന്യത്തിന്റെ ഭാഗമാക്കി മാറ്റുന്ന ഒരു വലിയ സ്തോത്രം പ്രാർത്ഥന പോരാളികളുടെ ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് ദിവസങ്ങളിൽ അതേ സ്തോത്രം ബലപ്പെടുത്തുവാൻ പോകുകയാണ്. സ്തോത്രം. ഇവിടെ നോക്കുക. സ്തോത്രം. ഗിദെയോൻ ഒറ്റയ്ക്ക് മാറിയിരുന്നേ. പക്ഷേ അവൻ സ്തോത്രം ദൈവത്താൽ എഴുന്നേറ്റപ്പോൾ, ദൈവം എഴുന്നേൽപ്പിച്ചപ്പോൾ ഒരു കൂട്ടം അവന്റെ കൂടെ എഴുന്നേൽപ്പാനിടയായി. ഇതുപോലെ ആത്മാവ് പറയുന്നു ചില കൂട്ടങ്ങളെ എഴുന്നേൽപ്പിക്കുവാനുള്ള ദൈവ നിയോഗം അതിൽ കരാജഗക്ഷസ്യാന മങ്ങിപ്പോയ ആത്മീയ അനുഭവങ്ങളെ വീണ്ടും അതിന്റെ അനുഭവങ്ങളിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സ്തോത്രം. മാതൃക നഷ്ടപ്പെട്ടു പോയ, വിശ്വാസം നഷ്ടപ്പെട്ടു പോയ, പരസ്യക്കോലമായി പോയ ചില ആത്മീയ മേഖലകളെ വീണ്ടും ആത്മീയ ചലനങ്ങളിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു കൂട്ടം പ്രാർത്ഥന പോരാളികളെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കാനുള്ള സമയമായി ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവ് ഭയങ്കരമായ മാറ്റങ്ങൾ നൽകി തരും.
ആമേ. പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് രാത്രി നമ്മുടെ ഭാരങ്ങൾ കർത്താവിന്റെ അടുക്കിലേക്ക് നമുക്ക് ഇറക്കി വെക്കാം. നമ്മുടെ മനസ്സിനെ ഫ്രീ ആക്കാൻ, നമ്മുടെ ചിന്തകളെ ഫ്രീ ആക്കാൻ, നമ്മുടെ ഹൃദയത്തെ ഫ്രീ ആക്കാൻ നമുക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് അടുത്തില്ല. സ്തോത്രം. ആമേൻ. ആരും കേൾക്കാൻ തയ്യാറാകാത്ത കാര്യങ്ങളും കർത്താവ് കേൾക്കും. ആമേൻ. പലപ്പോഴും നമ്മൾ പറയാൻ തയ്യാറാകുമ്പോഴും ആളുകൾ കേൾക്കാൻ തയ്യാറാകാറുണ്ട്. അവരവരുടെ തിരക്കുകൾ, അവർ ആവശ്യങ്ങളിൽ ആമേൻ ആമേൻ നമ്മെ സ്തോത്രം കേൾക്കാതെ മാറിപ്പോയേക്കാം. പക്ഷേ ക്ഷമയോടെ കേൾക്കുന്ന, മുഴുവൻ കേൾക്കുന്ന, സ്തോത്രം കേൾക്കുക മാത്രമല്ല പരിഹാരം നൽകി തരുന്ന, നമ്മെ അത്ഭുതമാക്കി മാറ്റുന്ന, നിനക്ക് ഞാനുണ്ടെന്ന് ഉറപ്പ് തരുന്ന, നമ്മെ ചേർത്ത് പിടിക്കുന്ന നല്ല കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സൂക്ഷിക്കാൻ ക്ഷണിച്ച പ്രിയ സഹോദരിക്കും ഈ പ്രയർ ഗ്രൂപ്പിനും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ.